ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇദ്രിസ് എൽബ, ഇന്ത്യൻ ക്യൂൻ പ്രിയങ്ക ചോപ്ര ആൻഡ് WWE ജോൺ സീന. ഇവർ മൂന്നുപേരും പ്രധാന വേഷത്തിലെത്തിയ ഒരു അടിപൊളി ആക്ഷൻ കോമഡി ത്രില്ലറായ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന 2025 ഈ വർഷം പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ മൂവിയാണ്. ആക്ഷനും കോമഡിയും ഒരുമിച്ച് ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സിനിമ. ഇതിലെ വൺ ലൈൻ പറയുവാണെങ്കിൽ UK പ്രധാനമന്ത്രിയായി സാം ക്ലാർക്ക്, അതായത് ഇദ്രിസ് എൽബ, US പ്രസിഡന്റായി വിൽ ഡെറിഞ്ചർ, സൂപ്പർ സ്റ്റാർ ജോൺ സീന. UK US ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. ഈ സിനിമയ്ക്ക് അകത്തൊരു മൂവി ആക്ടറാണ് ജോൺ സീന. സീന പുതിയ US പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. പുള്ളി എല്ലാ കാര്യവും ഒരു ഫൺ രീതിയിലാണ് എടുക്കുന്നത്. എൽബ ആണെങ്കിൽ നാട് നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു UK പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ രണ്ട് തലവന്മാരും, പ്രത്യേകിച്ച് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയായി കൂടിക്കാഴ്ചയ്ക്ക് ഏർപ്പാട് ചെയ്യും. എന്നിട്ട് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് രാജ്യത്തെ കാണിക്കാൻ US പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ ഫ്ലൈറ്റിൽ ഇവർ ഒരുമിച്ചൊരു യാത്ര തിരിക്കും. പിന്നെ ഇവരുടെ ഈഗോ പ്രശ്നം കാരണം ഇവരെപ്പോഴും തമ്മിൽ വഴക്കാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന വില്ലൻ അവരുടെ നാട് മൊത്തം ഇവർ മരിച്ചെന്ന് കരുതും. ഇതിന്റെ ഒരു വൺ ലൈൻ ഇതാണ്. അപ്പൊ സിനിമാ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ ഇതിലേക്ക് നോക്കാം. ഇതിന്റെ ആദ്യം തന്നെ സ്പെയിനിൽ ടൊമാറ്റോ ഫെസ്റ്റ് ആഘോഷിക്കാൻ അവിടുത്തെ ആൾക്കാർ. ആ സമയം നോയൽ അവിടെ റിപ്പോർട്ടറായി നിൽക്കുന്നുണ്ട്. നോയൽ മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്ക ചോപ്ര. നമ്മുടെ പെണ്ണ് റിപ്പോർട്ടർ അല്ല, അവൾ ഒരു MI6 ഏജന്റ് ആണ്. അവൾ അവിടെ റിപ്പോർട്ടറായി നിൽക്കുന്നതിന്റെ കാര്യം റഷ്യയിലെ ആയുധ വ്യവസായിയായ വിക്ടർ ഗ്രാഡോനെ പിടിക്കാനാണ്. MI6ന്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട് ഈ ഗ്രാഡോനെ പിടിക്കാൻ. ഇവർ പല പല സ്ഥലങ്ങളിലിരുന്ന് ഗ്രാഡോ വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുവാണ്. ആ സമയം ഒരാൾ ഗ്രാഡോ വരുന്നത് കാണും. ആ പുള്ളി എല്ലാവരോടും ഞാൻ കണ്ടു, ഈ സ്ഥലത്തുണ്ടെന്ന് പറയും. നോയൽ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് പോയി അയാളെ ഫോളോ ചെയ്യും. എൻ്റെ അടുത്തുണ്ട്, ഒരു 20 മീറ്റർ അകലാന്ന് നോയൽ പറയും. അതിൽ ക്യാമറ നോക്കുന്ന ഏജന്റ് മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ ഗ്രാഡോ നിൽപ്പുണ്ട്. ഇപ്പൊ നോയൽ പറഞ്ഞതും കൂട്ടി 2 ഗ്രാഡോ. നമ്മുടെ മുന്നിൽ ഇപ്പോൾ 2 ഗ്രാഡോ ഉണ്ടോന്ന് ഈ പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ള വേറൊരാള് പിന്നെയും ഒരു ഗ്രാഡോ കാണും. ഇപ്പൊ 2 അല്ല 3 ആയി. അപ്പൊ ഇവർക്ക് മനസ്സിലാവും അവൻ പണി തന്നെയാണെന്ന്. ഇവർ തമ്മിൽ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്ന സമയം ഒരു വാൻ അങ്ങോട്ടേക്ക് വരും. ഈ വാൻ കണ്ട് നോയല് എനിക്കിത് കണ്ട് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു. മുകളിലിരുന്ന് ക്യാമറ വഴി ചെക്ക് ചെയ്യുന്ന ഏജന്റ് സ്ക്രീൻ നോക്കുമ്പോൾ അതിലൊരു വെളിച്ചം അടിക്കും. ഇതെന്താന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ടേക്ക് നോക്കുന്ന സമയം അവിടെ നിന്ന് ഒരാൾ ലൈസർ ഗണ്ണ് വെച്ച് ഒരാൾ ക്യാമറ ഏജന്റിന്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്യും. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഗണ്ണെടുത്തിറങ്ങും. ഇവർക്ക് മനസ്സിലാവും ഇതൊരു ട്രാപ്പായിരുന്നു എന്ന്. ആ സമയം വില്ലന്റെ ആൾക്കാർ നമ്മുടെ ഏജന്റുമാരെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലും. നോയൽ അതിലൊരുത്തനെ അടിക്കും. ആ സമയം ദൂരെ ഒരാൾ ഗണ്ണ് പിടിച്ച് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ പെണ്ണ് കാണും. അയാൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതും നോയൽ അവനെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തും. വെടി അവന് കൊള്ളും. ആ സമയം വില്ലന്റെ ആളുകളിൽ ഒരു പെണ്ണും ഒരു തന്തയും ഇവരുടെ വാനിനകത്ത് കയറി ഇവരുടെ സിസ്റ്റത്തിൽ എന്തോ അപ്ലോഡ് ചെയ്യും. അവർ അപ്ലോഡ് ചെയ്ത് വെളിയിറങ്ങുന്ന സമയം നോയൽ അവരെ ഷൂട്ട് ചെയ്യാൻ നിൽക്കും. അവളവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയം വില്ലന്റെ ഗാങ്ങിലെ മെയിൻ ആള് നമ്മുടെ പെണ്ണിനെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ആൾക്കാരുടെ വാനിൽ ഒരു ബോംബ് വെച്ച് പൊട്ടിക്കും. ആ സമയം ദൂരെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വിക്ടർ ഗ്രാഡോ വില്ലൻ നോക്കി നിൽക്കും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ പ്രധാനമന്ത്രി എൽബയെ കാണിക്കും. പുള്ളി നല്ല ഉറക്കത്തിലാണ്. ആ സമയം ഫോണിൽ അലാറം കേട്ട് പുള്ളി TV വെക്കും. പുതിയ US പ്രസിഡന്റ് വിൽ ഡെറിഞ്ചർ അവിടെ കുതിച്ചുയരുന്ന ജനപ്രതികൾക്കിടയിൽ ഇന്നലെ ലണ്ടനിൽ എത്തിച്ചേർന്നു. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഇറ്റലി പോകുന്ന വഴിക്കാണ് ഒരു സന്ദർശനത്തിനായി UKയിൽ ഇറങ്ങിയത്. TVയിലെല്ലാം സീനെ പറ്റിയുള്ള വാർത്തയാണ്. മികച്ച സിനിമാ നടനാണ്. ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്തത് വെനം ഇൻ ഡെനിം എന്ന സിനിമയിലൂടെയാണ്. അത് കഴിഞ്ഞ് സീന പ്രസിഡന്റായി കഴിഞ്ഞ് ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ കാണിക്കും. അതിൽ നിങ്ങളുടെ സഹായം കൊണ്ട് ഇപ്പോൾ നമ്മൾ ബോക്സ് ഓഫീസ് നേടി, ഇനി നമുക്ക് അതേ ചരിത്രം ഓവൽ ഓഫീസിൽ നേടണം. ഇത് കേൾക്കുമ്പോൾ എൽബ എൻ്റെ പൊന്നെ എന്നും പറഞ്ഞ് TV നിർത്തിയിടും. അടുത്ത സീനിൽ സീനയുടെ വൈഫിനെ കാണിക്കും. അവര് നിങ്ങളിത് എൻജോയ് ചെയ്യും, പ്രൈം മിനിസ്റ്ററായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്ക്, അതിനൊന്ന് ചുമ്മാ ഇരിക്കുന്ന സീന പറയും. അവിടേക്ക് ഈ സീനയുടെ ഒരു സ്റ്റാഫ് വന്ന്, നിങ്ങൾ ഇതുവരെ ആ ഫിഷ് ആൻഡ് ചിപ്സ് മറന്നില്ലേ? ക്യാമ്പയിൻ സമയത്ത് എൻ്റെ എതിരാളിയാണ് അയാൾ സപ്പോർട്ട് ചെയ്തത്. അയാളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ചു. വെറും ഭക്ഷണമല്ല, മീനും ചമ്മന്തിയും കൂട്ടി. അതിന് സ്റ്റാഫ്, നിങ്ങൾ കണ്ടുമുട്ടിയ സമയം ഒട്ടും ശരിയല്ലായിരുന്നു, അതാ ഈ പ്രശ്നങ്ങൾ. പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് എന്നെ റെസ്പെക്ട് ഇല്ല എന്ന് സീന പറയും. 83 മില്യൺ വോട്ട്സ് കിട്ടിയ ഒരു അമേരിക്കൻ വ്യക്തിക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല എന്നാണോ പറയുന്നത്? സീനയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് വൈഫ് പൊക്കി പറയും. അപ്പൊ സീന നാണം, പ്രസംഗിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയില്ലെന്ന് സ്റ്റാഫ് സീനയോട് ചോദിക്കും. അതിന് സീന പിന്നെ എല്ലാം ഓക്കെ, ഒരു തീപ്പരിയുടെ കത്തിച്ചിട്ട നാളത്തെ മോർണിംഗ് പൊളിക്കും. അടുത്ത സീനിൽ എൽബയുടെ സ്റ്റാഫ് സ്പെയിനിലുണ്ടായ അറ്റാക്കിനെ പറ്റി പറയും. ആളാരാന്ന് എൽബ ചോദിക്കുമ്പോൾ റഷ്യൻ തീവ്രവാദിയായി മാറിയ വെപ്പൺസ് ഡെവലപ്പർ വിക്ടർ ഗ്രാഡോ എന്നയാൾ പറയും. അതിന് എൽബ മനസ്സിലായി, ആ ബ്ലാക്ക് മാർക്കറ്റിംഗ് വെപ്പൺ ഡെവലപ്പർ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവന് പ്ലൂട്ടോണിയം കിട്ടി തുടങ്ങി. ആ സമയത്താണ് നമ്മൾ അവനിട്ട് പണി കൊടുത്തത്. നാറ്റോ ഫോഴ്സിന്റെ സഹായത്തോടെ അവന്റെ മാനുഫാക്ചറിംഗ് നമ്മൾ തകർത്തത്. അന്ന് അവന്റെ എല്ലാ സംവിധാനങ്ങളും തകർന്നു. അതിനുശേഷമാണ് അവൻ ഒളിവിൽ പോയത്. ഇവരവിടെ കയറി അവന്റെ എല്ലാം തകർത്തത് കൊണ്ട് അവൻ ഇപ്പൊ തിരിച്ചു പണി കൊടുത്തു. 2 വർഷങ്ങൾക്ക് ശേഷം അവനെ പിടിക്കാൻ കിട്ടിയ ഒരു വഴിയായിരുന്നു സ്പെയിൻ. പക്ഷെ നടന്നില്ല. ഗൗരവത്തോടെ സീന ചോദിക്കും, അവനിപ്പോൾ എവിടെയുണ്ട്?
ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. എല്ലാവരും കാര്യമായി തിരയുന്നുണ്ടെന്ന് സ്റ്റാഫ് പറയും. ക്ലാർക്ക് മിക്കവാറും സ്പെയിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളെടുത്തിട്ട് പൊരിക്കും. ഇവിടെ എൽബ സ്റ്റാഫിനോട് അയാൾക്ക് ഇപ്പോഴും ഒരു പ്രസ് കോൺഫറൻസും പ്രസ് ജാൻഗറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ അറിയില്ല. അങ്ങനെ ഇവരുടെ സ്റ്റാഫിനോട് തമ്മിൽ കുറ്റം പറഞ്ഞു വന്ന് കയറുന്നത് ഒരേ എൻട്രിയിൽ. രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അടുത്ത സീനിൽ രണ്ടുപേരും പ്രസ് മീറ്റിംഗ് തുടങ്ങും. ജനങ്ങൾക്ക് കുറേ വാഗ്ദാനങ്ങൾ നൽകും. അത് കഴിഞ്ഞ് അവരോട് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയും. ഒരാൾ എനിക്ക് എൽബയോട് എക്സ് ഗേൾ ഫ്രണ്ടിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കും. അതിന് അയാൾ എനിക്കൊന്നും പറയാനില്ല, വേറെ ചോദ്യമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. ഉടനെ സീന പറയും, ഇദ്ദേഹം സിംഗിളായിട്ട് നടക്കുന്നില്ല, ഇവിടെ ആർക്കാ വിഷമം? എങ്കിലൊരു കാര്യം ചെയ്യാം, ബാച്ചുലേഴ്സിൻ്റെ ഒരു സീസൺ നമുക്ക് ഇദ്ദേഹത്തെ വെച്ച് നടത്തിയാലോ? എൽബയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വന്ന് ജാക്ക് ഗോർഡനെ വിളിക്കും. അയാൾ എന്നിട്ട് സ്പെയിനിൽ നടന്ന കാര്യത്തെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കും. സംഭവം സീന കളിയാക്കിയതുകൊണ്ട് എൽബ സീനക്കിട്ടൊരു പണി കൊടുത്തതാ. എൽബ പറയും, രഹസ്യ പ്രവർത്തനങ്ങൾ രഹസ്യമായിരിക്കുന്നതിന് ഓരോ കാരണങ്ങളുണ്ട്, അതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ എൽബ പറയും. ഉടനെ സീന ഒന്നുകൂടെ ഉണ്ട്, അവൻ കീഴടങ്ങിയാൽ മതിയെന്ന് അവ ഒരിക്കൽ ചിന്തിക്കും. കാരണം അവനെ കൈ കിട്ടുന്ന ആ നിമിഷം തന്നെ നമ്മുടെ പ്രതികാരത്തിൻ്റെ തീക്ഷണത അവൻ ഇഞ്ചിഞ്ചായി അറിയും. UK പ്രധാനമന്ത്രി എൽബയ്ക്ക് വെറുതെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടൊന്നും തന്നെ ജനങ്ങൾക്ക് വേണ്ടി പുള്ളി വാക്കാൽ പറയില്ല. പക്ഷെ സീന ജനങ്ങൾക്ക് വേണ്ടി വെറുതെ ഓരോ വാഗ്ദാനങ്ങൾ നൽകും. ഓരോന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാണ്. അടുത്ത സീനിൽ സീന വന്ന എൽബയോട് വെറുതെ കളിയാക്കാനായിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കില്ലെന്ന് പറഞ്ഞതല്ലേ? അതിന് എൽബ, എനിക്ക് ഈ മീഡിയ ഒന്നും പേടിയില്ല, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നും ഞാൻ പറയില്ല. ഒരു പ്രസിഡൻ്റായ നിങ്ങൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് 6 കൊല്ലമായി. ഇത് കേൾക്കുമ്പോൾ സീന, എടാ എൻ്റെ പണി നോക്കാൻ എനിക്കറിയാം, കൂടുതൽ അളവല്ലേ, പിന്നെ തനിക്ക് കണക്കുകളാണ് വേണ്ടെങ്കിൽ ഞാൻ ഇപ്പം കാണിക്കാം. അതിന് എൽബ തൻ്റെ ഇൻസ്റ്റാഗ്രാം ലൈക്ക് വെച്ച് എന്നെ അളക്കണ്ട, തനിക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. എന്നിട്ടാണോ കൂട്ടായ ആത്മപരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്തേ? എൻ്റെ കൺസെൻറ്റ് നമ്മുടെ ആൾക്കാരെങ്ങനെ കടം തീർക്കുമെന്നും അവരുടെ കുട്ടികളെ എങ്ങനെ യൂണിവേഴ്സിൽ ചേർക്കുമെന്നാണ്. ജനങ്ങൾക്ക് പിന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പൊളിറ്റീഷ്യനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം എൽബ ചോദിക്കും, ഇതിപ്പോൾ മീനും ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കേണ്ട കാര്യമാണോ? അതാണെങ്കിൽ നേരിട്ട് ചോദിച്ചോളൂ, നിങ്ങൾ മീനും ചമ്മന്തിയും കൂട്ടി ചോറ് കഴിച്ചാൽ എനിക്കെന്താ? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഉടക്ക്. ഇത് കണ്ടിട്ട് സീനയുടെ സ്റ്റാഫ്, കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് പോയി, ഇനി ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒതുക്കി തീർക്കാൻ നോക്കണം. അപ്പോൾ എൽബയുടെ സ്റ്റാഫ് പറയും, നിങ്ങൾ തമ്മിൽ ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാൻ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ഒരുമിച്ച് ട്രേസ്റ്റിലേക്ക് പോകണം, അതും എയർഫോഴ്സ് 1-ൽ. ഇത് കേൾക്കുമ്പോൾ സീന, ഇല്ല അതിൽ സ്ഥലം ഉണ്ടാവില്ല, വേണ്ട കുഴപ്പമില്ല, ഒരുപാട് നന്ദിയുണ്ട്, എനിക്കെന്നാലെങ്കിലും പോകാൻ പറ്റില്ല എന്ന് എൽബ പറയും. ഇത് കേൾക്കുമ്പോൾ സ്റ്റാഫ് പറയും, ഒന്ന് പറയുന്ന കേൾക്ക്, നിങ്ങൾ രണ്ടുപേരും എയർ സ്റ്റൈൽസിൽ 35 സെക്കൻഡ് പുഞ്ചിരിച്ച് നിൽക്കണം. ബ്രേക്ക്ഫാസ്റ്റ് സമയമാകുമ്പോൾ ട്രേസ്റ്റിലെത്തും. ആ സമയം നിങ്ങൾ എയർ സ്റ്റൈൽസിൽ വെച്ചെടുത്ത ഫോട്ടോ ഐക്യരാഷ്ട്രത്തിൻ്റെ ഒരു മാതൃകയായി മാറും. ലോകമെമ്പാടുമുള്ള പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വരികയും ചെയ്യും. ഇവർ രണ്ടുപേരും 2 സ്റ്റാഫിനെ വിളിച്ച് മാറി നിന്ന് സീന പറയും, ഞാൻ US-ൻ്റെ പ്രസിഡൻ്റാ, ആരുമായി ഞാൻ വേദി പങ്കിടാറില്ല. അപ്പുറത്ത് എൽബ സ്റ്റാഫിനോട് പറയും, നിങ്ങൾ എന്താ പറയണ, ലിഫ്റ്റ് അടിച്ച് പോകാനോ? സംഭവം ഈ എയർഫോഴ്സ് 1 ഫ്ലൈറ്റ് US-ൻ്റെയാണ്. സീനയുടെ സ്റ്റാഫ് പറയും, നമുക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇതാണ് നല്ലൊരു അവസരം. അപ്പുറത്ത് എൽബയുടെ സ്റ്റാഫ് പറയും, ഇലക്ഷൻ സമയം വരുവാണ്, ഇപ്പം നമുക്ക് അവനെ കൊണ്ടാണ് ആവശ്യം, അതുകൊണ്ട് ഇത് ചെയ്യുന്നു പറയും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിക്കും. അടുത്ത സീനിൽ യാത്ര പോകാൻ രണ്ടുപേരും ഫ്ലൈറ്റിനടുത്തേക്ക് വരും. സീന പറയും, നമ്മുടെ ഫ്ലൈറ്റ് എങ്ങനെയുണ്ട്, സെറ്റപ്പ് അല്ലേ, പുതിയ മോഡലാ. ഇത് കേട്ട് എൽബ, ഇതിന്റെ സൈഡിലൊന്നും എന്താ പെയിന്റ് ചെയ്യാത്തേ, തനിക്കൊരു ഫ്ലൈറ്റ് പോലും അതിന്റെ അസൂയല്ലെന്ന് സീന പറയും. അങ്ങനെ സ്റ്റാഫ് പറഞ്ഞതുപോലെ രണ്ടുപേരും ഫ്ലൈറ്റ് സ്റ്റെയറിൽ കയറി പുഞ്ചിരിച്ച് അവിടെ നിന്ന് യാത്ര തിരിക്കും. ഫ്ലൈറ്റിനുള്ളിൽ എൽബ മരിച്ച നമ്മുടെ നോയലിൻ്റെയും ബാക്കി ഏജന്റുമാരുടെ ഫോട്ടോ നോക്കും. പുള്ളിക്ക് എന്തോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതിൽ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അവിടേക്ക് സീന പുള്ളിയുടെ വൈഫിനെ വീഡിയോ കോൾ ചെയ്ത് കയറി വരും. എന്നിട്ട് എൽബയോട്, ഒന്നിങ്ങ് വന്ന് എൻ്റെ ഫാമിലി വിളിക്കുന്നു, കാണിക്കാം. എൽബേനെ വീഡിയോ കോളിൽ കാണിച്ച്, പ്രൈം മിനിസ്റ്റർ, ആള് പുലിയാണ്, ഹാരി സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടാ. ഇത് കേട്ട് എൽബ, അത്രയ്ക്കൊന്നുമില്ല, വേണേൽ അടുത്ത തവണ പുള്ളി വാഷിങ്ടൺ വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ സീറ്റ് ഒപ്പിച്ചു തരാം. അപ്പോൾ അവർ താങ്ക് യു പറഞ്ഞ് കണ്ടതിൽ ഒരുപാട് സന്തോഷം, പിന്നെ അദ്ദേഹത്തിനോട് ചൂടാവല്ലേ, ഞങ്ങളിതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിനെൽബ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അത് കഴിഞ്ഞ് സീന എൽബയോട്, നിങ്ങൾ എന്ത് കൂളാണ്, ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഈ മുഖം ആൾക്കാരെ കാണിക്കണം, പിന്നെ ആദ്യം നിങ്ങളുടെ ആ ബാച്ചുലർ സ്റ്റാറ്റസ് വലിച്ചു കീറി കളയണം, ആളുകൾക്ക് പറഞ്ഞുണ്ടാക്കാൻ അതൊക്കെ മതിയെന്ന്. അപ്പോൾ എൽബ ചോദിക്കും, എന്താ എന്നെ പറ്റി പറഞ്ഞേ? എനിക്കറിയില്ല, എന്തൊക്കെ പറയുന്നുണ്ട്, രാത്രി ഓരോ ഭ്രാന്ത് കാണിച്ച് കിടക്കുന്ന ആളാണെന്ന്. താൻ കല്യാണം കഴിച്ച് മാതൃകയായി അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കണം. അതിന് എൽബ, താൻ എനിക്ക് അഡ്വൈസ് തരുവാണോ അതോ തൻ്റെ ഏതെങ്കിലും പൊട്ട സിനിമയിലെ റൊമാൻറ്റിക് കഥ പറയുവാണോ? ഇത് കേട്ട് സീന, തനിക്ക് എൻ്റെ സിനിമ ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി, അതിന് തൻ്റെ സിനിമ ഞാൻ കാണാറില്ലെന്ന് എൽബ. ഇത് കേട്ട് സീന, എൻ്റർടൈൻഡ് ആയിരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, എനിക്ക് ആക്ച്വൽ സിനിമയോടാണ് ഇഷ്ടമെന്ന് എൽബ പറയും. അതിന് സീന പറയും, ഞാൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കൂടെ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷെ ഞാൻ മാനർ മത്തായിൽ നാടകം കളിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, ആൾക്കാർ പറയുന്നത് എൻ്റെ കയ്യിൽ ഗണ്ണുള്ളത് കാണാനാണ് രസമെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ ഉടക്കി അവസാനം സീന പറയും, എന്താ തൻ്റെ പ്രശ്നം, എന്ത് ജാടയാടോ തനിക്ക്, ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ജോലി ചെയ്യുന്ന രണ്ടുപേരാണ് നമ്മൾ, അതിൻ്റെ ഭാഗമായി ആളുകൾക്ക് പ്രതീക്ഷ നൽകണം, അവരെ ഫീൽ ഗുഡ് ആക്കണം. എൻ്റെ അനുഭവം വെച്ച്
പ്രതീക്ഷ എന്നത് വൈകി വരുന്ന നിരാശയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. താൻ ആൾക്കാരെ ഫീൽ ഗുഡ് ആക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവരെ എങ്ങനെ സഹായിക്കണമെന്ന് തൻ്റെ തലയിൽ ഉദിക്കില്ല. താൻ ഒരു കമാൻഡറും ചീഫാണ്, അല്ലാതെ DJക്ക് പാട്ടുപാടുന്ന ആളല്ല. ഇത് കേട്ട് സീന ടെൻഷനായി. എൻ്റെ ജോലിയുടെ വില നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അങ്ങനെ അവർ തമ്മിലെ പ്രശ്നം വലുതായിക്കൊണ്ടിരിക്കുന്നു. ആ സമയം ഫ്ലൈറ്റിലുള്ള മറ്റാൾക്കാർക്ക് അവിടുത്തെ സ്റ്റാഫ് ഫുഡ് കൊണ്ടുവരും. ഈ ഫുഡ് കൊണ്ടുപോകുന്ന ആള് നേരെ പോകുന്നത് ഈ ഫ്ലൈറ്റിനകത്തെ കൺട്രോൾ റൂമിലാണ്. അവിടെ ഫുഡ് കൊണ്ടുകൊടുത്ത് അവർ ഫുഡ് എടുക്കുന്ന സമയം ഇവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്യും. ഈ ഫുഡ് കൊണ്ടുവന്നവൻ ഒരു സ്പൈ ആണ്. അവൻ അവരെ ഷൂട്ട് ചെയ്ത് വില്ലൻ്റെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. ഈ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ഫ്ലൈറ്റ് തകർത്ത് നമ്മുടെ ആൾക്കാരെ കൊല്ലാൻ തീരുമാനിക്കും. ഇതൊന്നും അറിയാതെ ഇവർ രണ്ടുപേരും ഫ്ലൈറ്റിനകത്തിരുന്ന് അടിയുക. അവിടെ എൽബ പറയും, ഈ ട്രിപ്പ് കഴിഞ്ഞ് നിരാശ മാത്രമായിരിക്കും. കാരണം എൻ്റെ ഈ ജോലി അത്ര നിസ്സാരമൊന്നുമല്ല. ആണോ? അങ്ങനെയാണോ? എന്നാൽ ആ ദിവസം നമുക്ക് മീനും ചമ്മന്തിയും കൂടി ചോറ് കഴിക്കാം. അപ്പം എൽബ പറയും, എനിക്കറിയായിരുന്നു, ഇപ്പം തൻ്റെ വായിൽ നിന്ന് അത് വീണല്ലോ. ആണോ? സത്യം കണ്ടുപിടിച്ചല്ലോ. എടോ, താൻ എൻ്റെ ഒപ്പോണൻ്റെ കൂടെ ലൈസ്റ്റർ സ്കോറിലിരുന്ന് മീനും ചമ്മന്തിയും കൂട്ടി ചോറ് കഴിച്ചില്ലേടോ? ആ സമയം തനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെന്ന്. വെറുതെ മണ്ടത്തരം പറയാതെ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ലഞ്ചിന് പോയതാ. പാർട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയായിരുന്നല്ലോ. പിന്നെ തന്നെ പോലെ നമുക്ക് പാർലമെന്റിൽ കാംബ്രിഡ്ജ് മാഫിയൊന്നും ഇല്ലായിരുന്നു ജയിച്ചു കയറാൻ. ഇത് കേൾക്കുമ്പോൾ എൽബയ്ക്ക് ടെൻഷനാവും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ സ്ഥാനത്തെത്തിയത്. ഞാൻ ജനിച്ചത് ഒരു നാട്ടും പുറത്താ. എനിക്കാരും ഇതുവരെ ഒരു സാധനം വെറുതെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ 3 ജോലി വരെ ചെയ്തിട്ടാ കാംബ്രിഡ്ജിലെ ഫീസ് അടച്ചത്. അവിടെ നിന്ന് ആർമിയിലേക്ക്, പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസിങ്, അത് കഴിഞ്ഞ് ഡിഫൻസ് അറ്റാച്ച്. കഷ്ടപ്പെട്ട് തന്നെ ഞാൻ പാർലമെന്റിന്റെ മുന്നിലെത്തിയത്. താൻ വന്നതുപോലെ എളുപ്പത്തിലൊരു പൊളിറ്റിക്കൽ സ്റ്റാർട്ട് കിട്ടാൻ ഞങ്ങൾക്കാർക്കും GI ജെന്റ്, ജോയ് ജെലിൻ പോലെ അത്ര വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല. അണ്ടർവെയർ ഇട്ട് മോഡലിംഗ് ചെയ്തെടുത്തുനിന്ന് ഇന്ന് റെഡ് കാർപ്പറ്റ്, ഇന്ന് ന്യൂക്ലിയർ ബട്ടൺ അമർത്തുന്നത് വരെ താൻ എത്തിയിരിക്കുന്നു. അതും ഒരൊറ്റ ദിവസം പോലും താൻ പൊതുസേവനം ചെയ്യാതെ. അതുകൊണ്ട് സുഹൃത്തെ, താൻ ഈ പ്രസിഡന്റിന്റെ വേഷം കെട്ടുമ്പോൾ എനിക്കിങ്ങനെ തരിച്ചു കയറുന്നുണ്ട്. കാരണം എന്താ പറയേണ്ടെന്നോ എന്താ ചെയ്യേണ്ടെന്നോ തനിക്കറിയില്ല. തനിക്ക് ഈ പണി പറ്റിയതല്ലടോ. നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ എതിരാളിയെ ഞാൻ പിന്താങ്ങിയനെ. അങ്ങനെയെങ്കിലും ഒരു നല്ല ലീഡർ വൈറ്റ് ഹൗസിലുണ്ടായേനെ. നാണമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഈ മണ്ടൻ പ്രസിഡന്റ് അല്ലാതെ. ആ സമയം സീന വിൻഡോ വഴി വേറൊരു ഫ്ലൈറ്റ് കാണും. അതെന്താന്ന് നോക്കാം. അവർ പുറത്തിറങ്ങി വരുമ്പോൾ അവരുടെ ഏജന്റ്, സാർ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ട, ഓഫീസിൽ തന്നെ ഇരുന്നോളം പറയും. ആ സമയം മറ്റാൾക്കാരോട് അവിടുത്തെ ലേഡി വന്ന് സീറ്റ് ബെൽറ്റ് ധരിച്ച് കയറായിരുന്നോളം പറയും. അവിടെ നിന്ന് ഏജന്റ് വന്ന് പൈലറ്റിനോട് ചോദിക്കും, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. എന്താ നടക്കുന്നതെന്ന് അറിയില്ല, പരിചയമില്ലാത്തൊരു ഫ്ലൈറ്റ് അടുത്തുണ്ട്. ഈ പൈലറ്റ് രണ്ടുപേരും പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ നമ്മുടെ ഏരിയയിലാണ്, ഉടനെ തന്നെ മാറിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പം മറ്റേ പൈലറ്റ് പറയും, റേഡിയേഷൻ ഒന്നും വർക്കാവുന്നില്ല, കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡൗൺ ആയിരിക്കുവാണ്. ആ സമയം വില്ലന്റെ ഫ്ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ഗണ്ണെല്ലാം റെഡിയായി കഴിഞ്ഞു. വില്ലന്റെ ആൾക്കാർ അപ്പം തന്നെ അതിൽ നിന്ന് ഷൂട്ട് ചെയ്യും. ഇവിടെ നിന്ന് നമ്മുടെ ആൾക്കാരും ഷൂട്ട് ചെയ്യും. ആ സമയം അകത്ത് ഈ ഫുഡ് കൊണ്ടുവന്ന സ്പൈ എൽബയുടെ മുന്നിലൂടെ നടന്നു പോകും. സ്പൈയുടെ പുറത്ത് എന്തോ രക്തക്കറ കാണും. അപ്പോൾ എൽബയ്ക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും. ഒന്ന് നിൽക്കണേന്ന് പറഞ്ഞാൽ അവന് കാര്യം മനസ്സിലായി. അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കുത്തിക്കൊല്ലും. അടുത്ത് നമ്മുടെ തലവന്മാരെ കൊല്ലാനായി അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഏജന്റ് ഓടി വന്ന് അവനെ ചവിട്ടും. ഈ ഏജന്റ് നമ്മുടെ 2 ആൾക്കാരെയും ഫ്ലൈറ്റിന്റെ പുറകിലേക്ക് കൊണ്ടുപോകും. പുറത്ത് 2 ഫ്ലൈറ്റ് നെരിച്ച വെടിവെപ്പാണ്. ആ സമയം വില്ലന്റെ ഫ്ലൈറ്റിൽ നിന്ന് ഒരു കാനൺ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് വന്ന് വീഴും. അത് വന്ന് വീഴുമ്പോൾ ഫ്ലൈറ്റിന്റെ ഒരു സൈഡ് ഫുള്ള് തകരും. അതോടെ നമ്മുടെ ഫ്ലൈറ്റിന്റെ കൺട്രോൾ തെറ്റും. നമ്മുടെ ആൾക്കാരെല്ലാം ആ ഹോളിൽ കൂടെ വീഴാൻ തുടങ്ങും. ഹീറോസ് 2 പേരും ഫ്ലൈറ്റിലെ സീറ്റിൽ തൂങ്ങിക്കിടക്കും. അവസാനം എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഫ്ലൈറ്റിന്റെ പുറകിൽ പോകും പാരച്യൂട്ട് എടുത്ത് ചാടാനായിട്ട്. അവസാനം ഇവർ എങ്ങനെയൊക്കെയോ പുറകിലെത്തുമ്പോൾ അവിടെ ഈ സ്പൈ ഒരു പാരച്യൂട്ട് എടുത്ത് ബാക്കിയെല്ലാം കത്തിച്ചിട്ട് അവിടെ നിന്ന് ചാടും. ഇവർ നോക്കുമ്പോൾ പാരച്യൂട്ട് എല്ലാം കത്തുന്നു. എന്നാലും ഈ ഏജന്റ് അതിൽ നിന്ന് അധികം ഡാമേജ് പറ്റാത്ത 2 പാരച്യൂട്ട് എടുത്തവർക്ക് കൊടുക്കും. നിങ്ങൾ ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടോളാം പറയും. അപ്പൊ സീന പറയും, നമുക്കിത് ഷെയർ ചെയ്യാം, നിങ്ങൾ നമ്മുടെ കൂടെ പോരൂ. വേണ്ട, ഒരു പരീക്ഷണം വേണ്ട, നിങ്ങളിപ്പോൾ രക്ഷപ്പെട്ടോളൂ, ഇത് നമ്മുടെ ജോലിയാണ്. നിങ്ങൾ ഇവിടുന്ന് ചാടി ഗോൾഡൻ മൗണ്ടൻ മൈനിങ് കമ്പനിയിലേക്ക് ചെല്ലണം. വാറ്റ്സോ പാലത്തിനടിയിലാണത്. ഹീറോസ് 2 പേരും ഓക്കെ പറയും. നമ്മുടെ ഏജന്റ് ഇവർക്ക് ഒരു സല്യൂട്ടും കൊടുത്ത് അവരെ അവിടെ നിന്ന് തള്ളിയിടും. കുറെ താഴേക്ക് പോകുമ്പോൾ അവർ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതിലെ റോപ്പ് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് വരും. അതിൽ എൽബ സാധാരണ തറയിൽ തലകുത്തി മറിഞ്ഞു വീഴും. സീന നേരെ അവിടുത്തെ മരക്കൊമ്പിലും ചില്ലയിലും ഇടിച്ചിടിച്ച് അങ്ങനെ പോവും. അടുത്ത സീനിൽ ലോകം മുഴുവനും വാർത്ത പടരും. ഹീറോസ് പോയ വിമാനം തകർന്നു, 2 പേര് മരണപ്പെട്ടതായാണ് സൂചന. ഇപ്പോൾ ഇറ്റലിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു എലിസബത്ത് ക്ലർക്ക് എന്ന സ്ത്രീ നിലവിൽ താൽക്കാലിക പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ പ്രസിഡന്റിനെ കാണിക്കും. സീന ഇപ്പോൾ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുവാണ്. ആ സമയം എൽബ പാരച്യൂട്ട് മടക്കി കൈ പിടിച്ചോണ്ട് വരും. സീന ഫോൺ എടുത്ത് വൈഫിനെ വിളിക്കാൻ തുടങ്ങും. താനിത് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും എൽബ. നമ്മൾ ഓക്കെയാണ്, മരിച്ചിട്ടില്ല എന്ന് വിളിച്ച് പറയേണ്ടതെന്ന് ചോദിക്കും സീന. അതിന് എൽബ, നമ്മൾ ഓക്കെ അല്ല, നമ്മളെ കൊല്ലാൻ നോക്കിയവർ നമ്മുടെ ഫോണെല്ലാം ട്രേസ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് അതൊന്നും വേണ്ട, ഫോൺ കളയാൻ പറയും. അങ്ങനെ 2 പേരും ഫോൺ കളയും. എൽബ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കളയും. സീനയുടെ കയ്യിലെ ഫോണ് സീന കളയില്ല. ഇത് കാണുമ്പോൾ എൽബ കാലിലുണ്ടായിരുന്ന ഷൂ ഊരി സീനയുടെ കയ്യിലെ ഫോൺ എറിഞ്ഞിടും. ഉടനെ സീന ടെൻഷനായി. സിറ്റിംഗ് പ്രസിഡന്റിനെ ഷൂ കൊണ്ടെറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് തനിക്കറിയോ? അതിന് താനിപ്പോ സിറ്റിംഗ് അല്ല ഹാങ്ങിങ് ആണ്. വീണ്ടും ഇവർ തമ്മിൽ ഉടക്ക്. ഇത് കേൾക്കുമ്പോൾ
രക്ഷിക്കാൻ വന്ന എൽബ തിരിച്ചിറങ്ങിപ്പോവും. ഇത് കാണുമ്പോൾ സീന എടോ ഒന്ന് രക്ഷിക്കടോ, അങ്ങനെ വഴിക്ക് വാന്ന് പറഞ്ഞ് തിരിച്ചു കയറി ചെന്ന് ഞാൻ 3 എണ്ണുമ്പോൾ താഴേക്ക് ഇടുമെന്ന് പറയും. അപ്പൊ നമ്മൾ കരുതും 1 2 3 എന്നാ അതല്ല, എൽബ 3 എന്ന് പറഞ്ഞ് ഒരൊറ്റ ഇടക്കം. സീന അതേ അയ്യോ എന്ന് വിളിച്ച് താഴേക്ക് പോയി. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി നടന്ന് ഒരുപാട് ദൂരം പോയി തളർന്നു. അപ്പൊ എൽബ ചോദിക്കും താനെന്താ തളർന്നോ? അതിന് സീന ഞാൻ ഓക്കെയാണ് എന്താന്ന് ചോദിക്കും. അല്ല തന്റെ കിതപ്പ് കണ്ടിട്ട് ചോദിക്കുന്നതെന്ന് എൽബ പറയും. ഓ എന്റെ കിതപ്പൊന്നും താൻ നോക്കേണ്ട കാര്യമില്ല, താൻ തന്റെ കാര്യം നോക്കണമെന്ന് സീന പറയും. താനൊട്ടും പവറല്ല, തനിക്ക് ഈ പണിയൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, കുറച്ചുകൂടെ ജിം സ്ട്രോങ് ആവണമെന്ന് എൽബ പറയും. ഇത് കേട്ട് സീന ടെൻഷനായി. ജിം സ്ട്രോങ് എന്താണെന്ന് തനിക്ക് അറിയണോ? ഇവിടുന്ന് ഒരു മരം പിഴുത് തന്റെ തലയടിച്ച് പൊട്ടിക്കട്ടെ. ഇത് കേട്ട് എൽബ തിരിഞ്ഞ് ശരി പിഴുതെന്റെ തലടിച്ച് പൊട്ടിക്ക്, ദേ ഈ മരം പിഴുതെന്റെ തലടിച്ച് പൊട്ടിക്ക്, തനിക്ക് എന്താടോ പ്രാന്താണെന്ന് സീന ചോദിക്കും. അങ്ങനെ അവിടത്തെ ഉടക്കം കഴിഞ്ഞ് രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് 4-5 പയ്യന്മാര് പാട്ട് വെച്ച് ഡാൻസിങ് അടിച്ചുപൊളിയാണ്. ഇത് കാണുമ്പോൾ സീന പറയും യെസ് നമ്മൾ രക്ഷപ്പെട്ടു, നേരെ അവരുടെ അടുത്ത് പോയി ലിഫ്റ്റ് ചോദിക്കാം. ലിഫ്റ്റ് ചോദിക്കാനോ? താനെന്താ മണ്ടനാണോ? നമ്മൾ 2 ഫേമസ് ആൾക്കാരാണ്, വെറുതെ പോയി ലിഫ്റ്റ് ചോദിക്കാനൊന്നും പറ്റില്ല, നമ്മൾ ആരുടെയും കണ്ണിൽ പെടാനും പാടില്ല എന്ന് എൽബ പറയും. ശരി എന്നാ വേറെ എന്താ ഐഡിയ ഉള്ളതെന്ന് സീന ചോദിക്കും. നമ്മൾ ഈ മരത്തിന്റെ മറവ് പറ്റി അവർ കാണാതെ അവരുടെ ആ കാർ എടുത്ത് നമ്മൾ അവിടെ നിന്ന് മുങ്ങുന്നു. രണ്ടുപേരും കൂടി ഒളിഞ്ഞും പാത്തും അങ്ങോട്ട് പോകുന്ന വഴിക്ക് സീന ചോദിക്കും തനിക്ക് ഹോട്ട് വെയർ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അറിയോ? അപ്പൊ എൽബ പറയും എനിക്കല്ല തനിക്ക, 16-ാം വയസ്സിലല്ലേ അടുത്ത വീട്ടിലെ കാർ മുടച്ചെന്ന് പറഞ്ഞ് തന്നെ പിടിച്ചേ, അതെങ്ങനെ താ അറിഞ്ഞെന്ന് സീന ചോദിക്കും. ഞാൻ അന്വേഷിച്ചറിഞ്ഞു എന്ന് എൽബ പറയും. അങ്ങനെ വഴക്കുണ്ടാക്കി രണ്ടുപേരും കൂടി കാറിനടുത്തേക്ക് വന്ന് കാറിന്റെ വേറ് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അപ്പൊ കാർ സ്റ്റാർട്ട് ആവുന്ന ചെറിയ സൗണ്ട് കേൾക്കും. ഈ സൗണ്ട് പയ്യന്മാര് കേട്ട് അവിടുത്തെ പാട്ട് ഓഫ് ചെയ്യും. എന്നിട്ട് നോക്കുമ്പോൾ കാറിനടുത്ത് 2 പേര് ഇരിപ്പുണ്ട്. ആ പയ്യന്മാർ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ സീൻ അവിടെ നിന്ന് നീ അങ്ങോട്ടേക്ക് പോകണ്ട, ഈ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന എൽബ പറയും. പയ്യന്മാരാണ്, എന്നെ അവർക്ക് മനസ്സിലാവും, കൂടാതെ ഞാൻ ഫേമസ് ആക്ടറാണ് എന്നും പറഞ്ഞ് സീന നേരെ അവരുടെ സംസാരിക്കാൻ പോകും. സീന അവരുടെ അടുത്ത് നിന്ന് ഹേ ഹലോ എന്തൊക്കെയുണ്ട് സുഖാണോ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ വിൽ ഡെറിഞ്ചർ. മനസ്സിലായില്ലേ? വാട്ടർ കോബ്ര. ഈ സിനിമാ പേരും പറഞ്ഞ് അവിടെ നിന്ന് വെടിവെക്കുന്ന രീതിയിലൊക്കെ ആക്ഷൻ കാണിക്കും സീന. ഇവന്മാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, സംഭവം ഇവരുടെ ലാംഗ്വേജ് വേറെയാണ്. ഈ പൊട്ട ഇത് എന്ത് കാണിക്കണേന്ന് നോക്കി അവർ നിൽക്കും. അവന്മാർ അവരുടെ ലാംഗ്വേജിൽ സീനയുടെ കയ്യിലുള്ള വാച്ച് കൊടുക്കാൻ പറയും. സീനയ്ക്ക് ഇത് മനസ്സിലാവില്ല. എൽബ പറഞ്ഞു കൊടുക്കും നിന്റെ വാച്ചാണ് ചോദിക്കുന്നത്, അത് കൊടുക്ക്, ഇല്ലെങ്കിൽ അവന്മാർ നമ്മളെ പിടിച്ച് പേടിക്കുന്നു. താ എന്ത് പൊട്ടത്തരാണ് പറയുന്നത് എന്ന് സീന തിരിച്ച് എൽബയോട് ചോദിക്കുന്ന സമയം ഒരൊറ്റ ഇടി സീനയുടെ മൂക്കിൽ. അങ്ങനെ നമ്മുടെ 2 പേരും അവന്മാരും തമ്മിൽ പൊരിഞ്ഞാടി. എൽബ കിട്ടില്ല ആക്ഷനാണ്, വരുന്നവന്മാരെല്ലാം ഇടിച്ചിടും. സീന ഡയലോഗും പറഞ്ഞാണടി നിനക്കൊക്കെ എന്താടാ പ്രാന്തായോ? അവസാനം സീന തിരിച്ച് ഒരുത്തനിട്ട് ഒരു ഇടി കൊടുക്കുമ്പോൾ അവന്റെ ഫ്രണ്ടിലെ പല്ലള വീഴും. എന്നിട്ട് ക്യാമറ അവന്റെ പല്ലിനിടയിലൂടെ സൂം ചെയ്ത് സീനേനെ എൽബേനെ കാണിക്കും. അപ്പൊ അവരതിനിടയിൽ കൂടെ നോക്കുന്ന നോട്ടം കാണണം. ആ പല്ല് പോയോ എണീറ്റ് നിന്നെ ഇപ്പൊ കൊല്ലൂടാന്ന് പറഞ്ഞ് വീണ്ടും എണീറ്റ് ഒരു ഇടിക്ക്. 2 പേര് വന്ന് എൽബേനെ പുറകിലൂടെ വന്ന് പിടിച്ച് താഴേക്കിടും. പല്ല് പോയവൻ നേരെ സീനേനെ റോമൻ റെയിൻസിന്റെ സ്പീർ ചെയ്ത് നേരെ കാറിൽ കൊണ്ടിടിക്കും. എന്നിട്ട് സീന അവനോട് ചോദിക്കും നീ ഓക്കെ അല്ലേ എന്ന്. അവൻ വീണ്ടും വയറിനിട്ട് ഒരു ഇടി കൊടുക്കും. ഈ ഇടി കൊണ്ട വേദനയിൽ സീന കാറിന്റെ ഡോറിലേക്ക് ചരിഞ്ഞു വീഴും. ആ ഡോറിന്റെ ഇടയിൽ ഈ പല്ല് പോയവന്റെ കൈ ഉണ്ടാവും. ഈ ഡോർ അടയുന്നത് അവന്റെ കൈയുടെ പുറത്തൂടെ. ആ വേദന കൊണ്ട് അവ അവിടെ കിടന്ന് വിളിക്കും. എന്നിട്ട് അവൻ കാറിന്റെ കണ്ണാടിയിൽ നോക്കി പല്ല് പോയത് നോക്കുവാണ്. അങ്ങനെ അടി 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 പൊരിഞ്ഞടി. അവസാനം അവന്മാര് കോടാലിയും കത്തിയും ആയുധവുമായി നമ്മുടെ ആളെ കൊല്ലാൻ വരും. ആ സമയം അവിടെ നിന്ന് ആരോ ആകാശത്തേക്ക് ഒരു വെടിവെക്കും. ഈ സൗണ്ട് കേട്ട് ഇവരെല്ലാം അന്തം വിട്ട് ഇങ്ങനെ നോക്കും. ഇതാരടാ ഇപ്പൊ വെടിവെച്ചത്? നോക്കുമ്പോൾ ഒരു അമ്മച്ചി. എടാ ബുദ്ധിയില്ലാത്തവന്മാരെ കേറി വീട്ടിൽ പോടാന്ന് അമ്മച്ചി അവന്മാരെ വരട്ടും. അവന്മാരെല്ലാം ആയുധങ്ങളും താഴെയിട്ട് ഓടുന്നു. എന്നിട്ട് ഇവരോട് നിങ്ങൾ ആരാന്ന് ചോദിക്കും. അതിന് എൽബ നമ്മൾ കനേഡിയൻസ് എന്ന് പറയും. എന്തിനാ കനേഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയല്ലേ എന്ന് സീന ചോദിക്കും. അമേരിക്കൻസിനല്ലേ എല്ലാവർക്കും ഇഷ്ടം? ഒന്ന് ചുമ്മാ ഇരിക്കടോ, അമേരിക്കക്കാർക്ക് മാത്രമേ അമേരിക്കക്കാരെ ഇഷ്ടമുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കനേഡിയൻസ് ആണ്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അവർ ചോദിക്കും. ബോർഡർ കടന്ന് വാഴ്സോയിലേക്ക് പോകണമെന്ന് അവർ പറയും. പേപ്പേഴ്സ് കാണിക്കാൻ പറയും. അതിന് പേപ്പേഴ്സ് ഒന്നും ഇല്ല എന്ന് ഇവരും പറയും. ശരി എന്നാവാ ഞാൻ കൊണ്ടാക്കാം, എനിക്ക് അതിനെ പറ്റിയ ഒരു വണ്ടിയുണ്ട്. അവിടെ നിന്ന് സീൻ ഫോക്കസ് ചെയ്ത് അമ്മച്ചിയുടെ വണ്ടി കാണിക്കും. വണ്ടിയുടെ പുറകിലോട്ട് വരുമ്പോൾ ചെമ്മരിയാടിന്റെ കൂട്ടത്തിൽ 2 പേര് ഇരിപ്പുണ്ട്, നമ്മുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും. ഇവിടെ ചെമ്മരിയാടിന്റെ ഇടയിലിരുന്ന് വീണ്ടും 2 പേരും വഴക്കാണ്. അവിടെ നിന്ന് വണ്ടി അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് എത്തും. അവിടെ കുറെ പോലീസും പട്ടാളമൊക്കെ നിൽപ്പുണ്ട്. ഈ കാര്യം അമ്മച്ചി നമ്മുടെ തലവന്മാരെ അറിയിക്കും. നമ്മുടെ 2 ഹീറോസും നേരെ ആടിനിടയിലോട്ട് ചെരിഞ്ഞു കിടക്കും. ചെക്ക് പോസ്റ്റിൽ പോലീസ് അമ്മച്ചിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മേടിച്ച് വണ്ടി ഓഫ് ചെയ്ത് പുറത്തോട്ട് വരാൻ പറയും. അങ്ങനെ അമ്മച്ചിനെയും കൂട്ടി പുറകിൽ വന്ന് വണ്ടിയുടെ പുറകിലൂടെ ഈ ആടിനെ നോക്കും. പോലീസ് നോക്കുമ്പോൾ വണ്ടിക്കുള്ളിൽ വേറെ ഒന്നുമില്ല. എൽബ സീനയെ നോക്കുമ്പോൾ സീനയുടെ മുഖത്ത് ഒരു ആടിന്റെ അകിട് തട്ടി നിൽക്കുക. അങ്ങനെ അമ്മച്ചി അവർക്ക് ഒരു ആടിനെയും കൊടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. നമ്മുടെ ആൾക്കാരെ നേരെ സേഫ് ആയിട്ട് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിറക്കും. എന്നിട്ട് നന്ദിയും പറഞ്ഞ അമ്മച്ചിയെ പറഞ്ഞോടും. ഹീറോസ് 2 പേരും ഗോൾഡൻ മൗണ്ടൻ മൈനിങ് കമ്പനിയിൽ വരും. അവിടെ വന്ന് അലാറം കൊടുക്കുമ്പോൾ അവരെ ആരോ CCTV വഴി വാച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ വില്ലന്റെ ആളായ ഗുണ്ടപ്പൻ സീനയും എൽബയും നിൽക്കുന്ന ഫൂട്ടേജ് വില്ലനെ കൊണ്ട് കാണിക്കും. വില്ലന് മനസ്സിലാവും ഇവര് മരിച്ചിട്ടില്ലാന്ന്. വില്ലൻ ഉടനെ വില്ലന്റെ മെയിൻ ആളായ വെള്ളമുടിക്കാരിയെയും അവനെയും വിളിച്ച് അവരിപ്പോൾ വാഴ്സലുണ്ട്, ഇപ്പോൾ തന്നെ തീർക്കാൻ പറയും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോസ് അവിടെ ഒരു റൂമിൽ വന്ന് തട്ടാൻ നേരം അവിടെയുള്ള ഒരുത്തൻ കഥക് തുറന്നു നിങ്ങൾ മരിച്ചില്ല അല്ലേ സാർ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൻ സീനയോട്
ഓരോ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചോദിക്കും. ഇത് നമ്മുടെ എൽബയ്ക്ക് ഇഷ്ടപ്പെടില്ല. എൽബ ഉടനെ ഞാൻ സാം ക്ലാർക്ക്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, എനിക്കൊന്ന് അകത്തോട്ട് കയറാൻ പറ്റുമോ? അതിനെന്താ കയറിക്കോളാൻ പറയും. ഈ പുള്ളി ആരാന്ന് വെച്ചാൽ CIA ഓഫീസറാണ്, കൂടാതെ ഇവരുടെ സ്റ്റേഷൻ ഏജന്റുമാണ്. പുള്ളിയുടെ പേര് മാർട്ടി കോർമർ. അകത്ത് കയറുമ്പോൾ മാർട്ടി പറയും, എന്തായാലും നിങ്ങളിപ്പോ വന്ന സമയം കൊള്ളാം, നിങ്ങൾ മരിച്ചെന്ന് എല്ലാവരും കരുതിയേക്കുന്നത്. ഇപ്പൊ അംബാസിഡർ എല്ലാ കൺട്രിയിലുള്ള പേഴ്സണിനെയും എംബസിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. അതെന്താന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇതൊന്നും അത്ര വലിയ സംഭവമല്ലാന്ന് ഞാൻ പറയുള്ളൂ. അതെന്തെന്ന് എൽബ ചോദിക്കും. അതിന് മാർട്ടി പറയും, സംഭവം വേറൊന്നുമില്ല, നിങ്ങളെ കാണാതായപ്പോ ഒരു കിടിലൻ രാഷ്ട്രീയ ബോംബ് നേറ്റോയിൽ അവർ പൊട്ടിച്ചിട്ടുണ്ട്. അതെന്താന്ന് ഇവർ ചോദിക്കും. നമ്മുടെ എല്ലാ സെർവേഴ്സും ആരോ ഹാക്ക് ചെയ്തു, ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ്. US-ലെ UK-യുടെ എല്ലാ രഹസ്യങ്ങളും ഇപ്പൊ ചോർന്നു എന്നാണ് പറയുന്നത്. അടുത്ത സീനിൽ സീനയുടെ സ്റ്റാഫ് താൽക്കാലിക പ്രസിഡന്റായ എലിസബത്തിനോട് ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയും. സംഭവം ഈ സീനയുടെ സ്റ്റാഫിന് ഈ പുള്ളിക്കാരി ഇഷ്ടമല്ല. അങ്ങനെ ഇവർ തമ്മിൽ ഓരോന്ന് പറഞ്ഞ് അവിടെ വഴക്കുണ്ടാവും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ ഹീറോസിനെ കാണിക്കും. അതിൽ സീന പറയും, നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ സമയമായി, എംബസിയെ വിളിച്ച് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറയാൻ മാർട്ടിയോട് പറയും. അതിന് എൽബ, ഇല്ല വിളിക്കണ്ട, എല്ലാ ഹൈക്കമാൻഡ് പോസ്റ്റുകളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് നമുക്ക് തോന്നണം, എന്നിട്ട് വിളിച്ചാൽ മതി. അതിന് സീന, നിങ്ങളിത് എന്താണ് പറയുന്നത്? നമ്മളിപ്പോൾ സെക്യൂർ ആയിട്ടുള്ള US ഫെസിലിറ്റിയിലാണുള്ളത്, പിന്നെന്ത് പേടിക്കാൻ? 40,000 അടി മുകളിൽ നിന്ന് ഇതുപോലൊരു ഫെസിലിറ്റി നിന്ന് അവർ നമ്മളെ വെടിവെച്ചത്. സീന ഇതൊന്നും കേൾക്കില്ല, അവരെ വിളിക്കാൻ പറയും. എൽബ, വേണ്ട വിളിക്കില്ലേ. സീന, വിളിക്കാനാ പറയുന്നത്. അങ്ങനെ മാർട്ടി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട്, ഇല്ല എനിക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് സീനോട് പറയും. ഞാനാണ് കമാൻഡർ ചീഫ്, നിന്നോടിപ്പോൾ വിളിക്കാനാ പറഞ്ഞതെന്ന് സീന പറഞ്ഞു തീരുമ്പോഴേക്കും അവിടെ ഡേഞ്ചർ റെഡ് അലർട്ട് ചെയ്യും. നോക്കുമ്പോഴേക്കും വില്ലന്റെ ആൾക്കാർ അവിടെ എത്തിക്കഴിഞ്ഞു. ഇത് നമ്മുടെ ആൾക്കാർ CCTV കണ്ട് നേരെ പോയി ഒരു ലോക്കർ തുറന്ന് അവിടെയുള്ള വെപ്പൺസ് എടുക്കും. മാർട്ടി കൂളായി ശരീരത്തിന്റെ പുറത്തും ഡ്രസ്സിലും ഒക്കെ ഗ്രനേഡും വെപ്പൺസും ഫിറ്റ് ചെയ്യും. എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസും എടുത്ത് വെച്ച് ചെക്കൻ സീനായി അവിടെ നിന്ന് ഇറങ്ങും. ആ സമയം സീനയും എൽബയും ഓരോ ഗണ്ണെടുത്ത് ലോഡ് ചെയ്യും. സീന ഗണ്ണ് ലോഡ് ചെയ്യുന്ന സമയം ലോഡ് ചെയ്യുന്ന സാധനം സീനയുടെ കയ്യിൽ നിന്ന് താഴെ പോകും. ഇത് നിന്റെ സിനിമയല്ല മോനെ എന്ന് എൽബ കളിയാക്കും. ആ സമയം വില്ലന്റെ ആൾക്കാർ മുകളിലേക്ക് കയറി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോറ് വെട്ടിവെച്ച് പൊട്ടിക്കും. മാർട്ടി ഹീറോസിനോട് പറയും, ഞാനിപ്പോൾ നിങ്ങളെ രക്ഷിക്കാനാണ് നോക്കുന്നത്. അഥവാ ഇനി എന്തെങ്കിലും സംഭവിച്ച് അതിന് കഴിഞ്ഞില്ലെങ്കിൽ സെക്കൻഡറി എക്സിറ്റ് വരെ നിങ്ങൾ രക്ഷപ്പെടണം. എന്നിട്ട് അത് എവിടെയാണെന്നുള്ള വഴി ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അവിടെ ഒരു പോസ്റ്റർ ബട്ടൺ ഉണ്ട്, അവിടെ നിങ്ങൾ പഞ്ച് ചെയ്താൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത് പറഞ്ഞു കഴിഞ്ഞ് മാർട്ടി അവിടെ CD-യിൽ കാസറ്റ് ഇട്ട് പാട്ട് വെച്ച് ഗണ്ണും എടുത്ത് ഇറങ്ങും. ഇത് ഇവർ രണ്ടുപേരും നോക്കി ഇത് ആരുടാന്നുള്ള ഭാവത്തിൽ നിൽക്കും. നമ്മുടെ ചെറുക്കൻ അവിടെ നിന്ന് പോകുന്ന വഴിയിൽ കുറെ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചാണ് പോകുന്നത്. വില്ലന്റെ ആൾക്കാർ അവിടെ നിന്ന് ഒരു ഗ്രനേഡ് അമർത്തും. ഗ്രനേഡ് പൊട്ടി അവിടെ നിന്ന് ഒരു ഡോർ നേരെ നമ്മുടെ ചെക്കൻ സെറ്റ് ചെയ്ത ട്രാപ്പിൽ ഒന്ന് തട്ടും. ഇത് വന്ന് തട്ടുന്ന സമയത്ത് ആ ഗ്രനേഡ്സ് എല്ലാം പൊട്ടി ഈ ഡോർ തിരിച്ച് വില്ലന്റെ ആൾക്കാരെ നേരേക്ക് വീഴും. അത് കഴിഞ്ഞ് വീണ്ടും വില്ലന്റെ ആൾക്കാർ അകത്തേക്ക് കയറും. ആ സമയം നമ്മുടെ ചെക്കൻ ഒരു ഭിത്തിയുടെ ഇപ്പുറം നിന്ന് അവന്റെ കയ്യിലുള്ള സ്ക്രീൻ വഴി ഇവരെയൊക്കെ സെൻസ് ചെയ്യും, ഇവരേത് പൊസിഷനിലാണ് എവിടെ നിൽക്കുന്നതെന്ന്. അങ്ങനെ ഓരോ ആൾക്കാരുടെയും പൊസിഷൻ മനസ്സിലാക്കി ഇവൻ അവരെ വെടിവെച്ചിടും. ആ സമയം അകത്തെ എൽബോ, ഈ ചെക്കൻ എന്ത് സൈക്കോയാ. അതിന് സീന, അതെ ഒരു അമേരിക്കൻ സൈക്കോ. ഇത് കേൾക്കുമ്പോൾ എൽബ ഇങ്ങനെ നോക്കും. ചെറുക്കൻ അവിടെ ഗണ്ണിലോടെയും വെടിവെക്കും. ഇത് തന്നെ പരിപാടി. ഇതെന്താന്ന് വെള്ളമുടിക്കാർ നോക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തേക്കുന്ന കാണും. ഇവളുടനെ ആ ക്യാമറ ഷൂട്ട് ചെയ്ത് പൊട്ടിക്കും. പിന്നെ നമ്മുടെ ചെക്കന് പൊസിഷൻ മനസ്സിലാവില്ല. ഈ ക്യാമറയും പൊട്ടിച്ച് വെള്ളമുടിക്കാർ നേരെ നമ്മുടെ ചെക്കനെ ഷൂട്ട് ചെയ്യാൻ വരും. അവൻ അവിടെ നിന്നൊക്കെ എസ്കേപ്പ് ആയി സ്കിഡ് ചെയ്ത് പോകും. ആ സമയം വില്ലന്റെ മെയിൻ ആളായ സാഷ എണീറ്റ് വെള്ളമുടിക്കാരുടെ നിന്ന് ഗണ്ണ് മേടിച്ച് ചെറുക്കനെ ഷൂട്ട് ചെയ്യാൻ പുറകെ ഓടും. നമ്മുടെ ചെക്ക അവനെ ഷൂട്ട് ചെയ്യും, പക്ഷെ അതവന് കൊള്ളില്ല. എന്നാൽ അവൻ ഷൂട്ട് ചെയ്തത് മാർട്ടിയുടെ ദേഹത്ത് കൊണ്ട് അവൻ വീഴും. ആ സമയം നമ്മുടെ 2 ഹീറോസും അവിടേക്ക് എത്തും. മാർട്ടി ഇത് കണ്ട് രക്ഷപ്പെടാൻ നോക്കും, നിങ്ങൾ പൊക്കോളാൻ പറയും. എന്നിട്ട് അവൻ ഗ്രനേഡ് ഹുക്ക് ചെയ്ത് അവിടെ പൊട്ടിക്കാൻ നിൽക്കുന്ന സമയം സാഷ വന്നവനെ വെടിവെച്ച് കൊല്ലും. ഹീറോസ് 2 പേരും ഓടി രക്ഷപ്പെട്ട് മാർട്ടി പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ എത്തി പോസ്റ്ററിൽ പഞ്ച് ചെയ്യണമെന്നാണ് മാർട്ടി പറഞ്ഞിട്ടുള്ളത്. സീന എൽബയോട് പറയും, ഞാൻ പോസ്റ്റർ കണ്ടു. എന്നാ പഞ്ച് ചെയ്യാൻ എൽബ പറയും. സീന ആ പോസ്റ്ററിൽ ഒരു തത്തപ്പടിയെ കണ്ട്, ഇല്ല എനിക്ക് പഞ്ച് ചെയ്യാൻ പറ്റില്ല. എൽബ പോസ്റ്ററിൽ നോക്കിയിട്ട്, താൻ എന്താടാ കളിക്കുവാണോ, ഇടിക്കിടാന്ന് പറയും. സീന ഉടനെ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ഒരൊറ്റ ഇടി. ആ സമയം അവിടെ ഒരു ബസർ അമർന്ന് അവിടെ ഒരു ലിഫ്റ്റ് തുറക്കും. നമ്മുടെ ആൾക്കാർ 2 പേരും അതിൽ കയറി താഴേക്ക് പോകും. വില്ലന്റെ ആൾക്കാർ വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ 2 ആൾക്കാർ രക്ഷപ്പെട്ടു. വെള്ളമുടിക്കാരിയും സാഷയും ടെൻഷനായി തിരിച്ചു പോകും. ഹീറോസ് 2 പേര് രക്ഷപ്പെട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിപ്പുണ്ട് വില്ലന്റെ 2 പേര് ഗണ്ണ് പിടിച്ച്. ഇവര് നേരെ വെള്ളമുടിക്കാരിയും സാഷേനെയും വിളിച്ച് അവരെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ പറയും. ആ സമയം ദൈവദൂതനെ പോലെ ഒരു പോലീസ് കാർ അങ്ങോട്ടേക്ക് വരും. ഈ വണ്ടി കണ്ട് വില്ലന്റെ ആൾക്കാർ ഷൂട്ട് ചെയ്യുമ്പോൾ വണ്ടിയിൽ നിന്ന് ഒരാളെടുത്ത് ചാടും. വണ്ടി നേരെ വില്ലന്റെ ആൾക്കാരെ ഇടിച്ച് തെറിപ്പിച്ച് അകത്തേക്ക് പോകും. വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടിയത് ആരാന്ന് നോക്കാൻ ഹീറോസ് 2 പേര് അങ്ങോട്ട് വരും. അപ്പോഴുണ്ട് അത് മറ്റാരുമല്ല, നമ്മുടെ നോയലാണ്. നോയലിനെ കണ്ട് എൽബ ചോദിക്കും, നീ മരിച്ചില്ലേ? അതുപോലെ നോയൽ തിരിച്ചു ചോദിക്കും, നിങ്ങൾ മരിച്ചില്ലേ? ഈ നോയലിനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവളെ എന്താ തക്കാളി ഒഴിച്ചാണോ വെടിവെച്ചേ? ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ മരിച്ചതായിട്ടാണല്ലോ കാണിച്ചേ, പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ? സംഭവം വേറൊന്നുമില്ല,
നമ്മുടെ പെണ്ണ് ആർമർ ധരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത ഗണ്ണിന്റെ പവർ കൊണ്ടാണ് അവൾ പുറകിലോട്ട് തെറിച്ച് വീഴുന്നത്. പക്ഷെ അത് അവളുടെ ദേഹത്ത് കൊണ്ടില്ല. ഇവരുടെ സംസാരം കണ്ട് നിങ്ങൾ തമ്മിൽ അറിയുമെന്ന് സീന ചോദിക്കും. ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എൽബ പറയും. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് എൽബ ചോദിക്കും. അപ്പൊ അവൾ ഇതുവരെ എങ്ങനെ എത്തിയെന്നുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവൾ ഇവരെ തേടിയല്ല വന്നേ. അവൾ തേടി വന്നത് വില്ലന്റെ മെയിൻ ആളുകളായ വെള്ളമുടിക്കാരെയും സാഷേനെയും തേടിയാണ്. അവളുടെ ടീമിനെ ഷൂട്ട് ചെയ്ത് കൊന്നതിന്റെ പകരം ചോദിക്കാൻ. ഈ കാര്യങ്ങൾ അവൾ ഓർക്കുന്നതാണ്. ഇത് അവരോട് പറയില്ല. അത് വലിയ കഥയാണ്, ഇപ്പൊ പറയാൻ സമയമില്ല എന്ന് പറഞ്ഞ് അവൾ ആ കാറും ബോംബ് വെച്ച് പൊട്ടിച്ച് അവരെയും കൂട്ടി അവിടുന്ന് പോകും. അവിടുന്ന് പോകുന്ന സമയം പെണ്ണ് അവരോട് പറയും, ഞാൻ സ്പെയിൻ തൊട്ടേ ഗ്രാഡോനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവൻ മിസ്സായി. ഇപ്പൊ ഇതിന് പിറകിലും അവനാണ്. അപ്പൊ എൽബ ചോദിക്കും, ഓ നമ്മൾ അവന്റെ പദ്ധതികൾ തകർത്തതുകൊണ്ട് അവൻ പ്രതികാരം ചെയ്യുന്നതാണോ? അതിന് അവൾ പറയും, ഗ്രാഡോ ആണവായുധങ്ങൾ ഉണ്ടാക്കായിരുന്നില്ല, പക്ഷെ അവനൊരു വെപ്പൺ ഡെവലപ്പർ ആയിരുന്നല്ലോ എന്ന് എൽബ പറയും. ആയിരുന്നു, പക്ഷെ അയാളുടെ മകൻ അതല്ലായിരുന്നു. അവനൊരു സയന്റിസ്റ്റ് ആയിരുന്നു, വളരെ ബ്രില്യന്റ്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അയാളുടെ മകനും ഇതും തമ്മിൽ എന്താ ബന്ധമെന്ന് സീന ചോദിക്കും. ഗ്രാഡോയുടെ മകന് ഒരിക്കലും മെൽറ്റ് ഡൗൺ ആവാത്ത ന്യൂക്ലിയർ റിയാക്ടർ വികസിപ്പിച്ച് വരുമായിരുന്നു, ദി പെബിൾ ബെഡ് ടെക്നോളജി. എന്ത്, നമ്മൾ കണ്ടുപിടിച്ച പേപ്പബിൾ ടെക്നോളജിയോ? നമ്മുടേതാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പേപ്പബിൾ ടെക്നോളജിയോ? അതിനു മുന്നേ അത് അവൻ കണ്ടുപിടിച്ചേനെ. അവന്റെ അച്ഛൻ ഗ്രാഡോ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കണ്ടുപിടിച്ച എൻറിച്ച്ഡ് പ്ലൂട്ടോണിയം കൂടി അവന് വേണമായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ പിടിച്ചെടുത്തപ്പോൾ ആയുധങ്ങൾ ഉണ്ടാക്കാനാണെന്നല്ല കരുതിയേ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, ന്യൂക്ലിയർ വിഷ് നേരിടുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് നമ്മളും ചെയ്തുള്ളൂ. അപ്പോൾ സീന ചോദിക്കും, എന്താ ബോംബിട്ട് തകർത്തതാണോ? അതിന് അവൾ പറയും, അത് തന്നെ, പക്ഷെ മരിച്ചതിൽ ഗ്രാഡോയുടെ മകനും ഉണ്ടായിരുന്നു. ഇതിലെ മെയിൻ സംഭവം എന്താന്ന് വെച്ചാൽ വില്ലന്റെ ബ്ലാക്ക് വെപ്പൺസ് ഒക്കെ പിടിച്ചെടുത്ത് വില്ലന്റെ എല്ലാ ആയുധങ്ങളും നശിപ്പിക്കുന്ന സമയം വില്ലന്റെ മകനും ആ മിഷനിൽ മരിച്ചു. സോ വില്ലന്റെ പ്രതികാരം എന്താന്ന് വെച്ചാൽ അവന്റെ വെപ്പൺസ് പിടിച്ചെടുത്തതിലല്ല, വില്ലന്റെ മകൻ മരിച്ചതിലാണ്. അതുകൊണ്ടാണ് വില്ലൻ ഇവരുടെ രാജ്യത്തെ മുഴുവനായി തകർക്കാൻ നോക്കുന്നത്. അത് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരു സ്പൈ, ഒരു ചാരനുണ്ടെന്ന്. അത് ആരായിരിക്കും എന്ന് ഇവരിങ്ങനെ ചിന്തിക്കുന്ന സമയം സീന പറയും, നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റിവിട്ട ആളിൽ നിന്ന് തന്നെ തുടങ്ങാം. സീന ഉദ്ദേശിച്ചത് എൽബയുടെ സ്റ്റാഫിനെയാണ്. അടുത്ത സീനിൽ വാർത്തയിൽ വാർസോയിലെ വെയർ ഹൗസ് അറ്റാക്ക് ചെയ്തു എന്നുള്ള വാർത്ത ഓടുവാണ്. ഇത് കണ്ട് സീനയുടെ സ്റ്റാഫ് എലിസബത്തിനോടും എൽബയുടെ സ്റ്റാഫിനോടും പറയും. ഇത് കേട്ട് എൽബയുടെ സ്റ്റാഫ്, അവർ മരിച്ചത് നമ്മൾ കണ്ടതല്ലേ, അവരെന്തായാലും മരിച്ചു, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇയാളാണ് സ്പൈ എന്ന്. സീനയുടെ സ്റ്റാഫ്, ഇല്ല ഞാൻ പ്രതീക്ഷ കൈവിടില്ല, അവർ ജീവനോടെ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ എലിസബത്ത് വാർസോയുടെ സേഫ് ഹൗസിന്റെ കാര്യം സിഐ നോക്കിക്കോളും, എന്നാൽ ഇവിടെ ഇപ്പോൾ എനിക്ക് ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറയും. എലിസബത്ത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ഫോൺ കോൾ വരും. എന്റെ മോനാ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അവർ പോയി കഴിഞ്ഞ് എൽബയുടെ സ്റ്റാഫ് സീനയുടെ സ്റ്റാഫിനോട് പറയും, നിനക്ക് സീനയെ ഒരുപാട് റെസ്പെക്റ്റും ഇഷ്ടമാണെന്ന് അറിയാം, പക്ഷെ സീന മരിച്ചു, കൂടെ എൽബയും, അവർ രണ്ടുപേരും മരിച്ചു, അത് നീ അക്സെപ്റ്റ് ചെയ്യണം. സീനയുടെ സ്റ്റാഫ് അവിടെ നിന്നൊന്നും മിണ്ടാതെ ദേഷ്യം വന്നു പോകും. അടുത്ത സീനിൽ ഹീറോസിനെ കാണിക്കും. അവിടെ സീനയോട് എൽബ പറയും, അത് അവനായിരിക്കാൻ ചാൻസ് ഇല്ല, അവൻ എൻ്റെ കൂടെ ഒരുപാട് വർഷമായിട്ടുള്ളതാ. എൽബ പറയുന്നത് എൽബയുടെ സ്റ്റാഫിനെ പറ്റിയാണ്. ഇത് കേട്ട് സീന, അവൻ തന്നെ സ്പൈ എന്ന് പറയും. അങ്ങനെ വീണ്ടും ഇവർ തമ്മിൽ വഴക്ക് തുടങ്ങും. ഇത് കണ്ട് നോയൽ, നിങ്ങൾ ഈ തമ്മിൽ അടി ഉണ്ടാക്കാതെ ഒന്ന് ചുമ്മാ ഇരിക്കാവോ, ഇപ്പൊ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണെന്ന് പറയും. അവിടെ നിന്ന് കുറേ ദൂരം നടന്ന് ഇവരിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ എത്തി നോയൽ പറയും, നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും ട്രേസിലെത്തണം. ഇത് കേട്ട് സീന, അത് പറ്റില്ല, എനിക്ക് എംബസിയിലേക്ക് പോകണമെന്ന്. അതിന് നോയൽ പറയും, പറ്റില്ല, ഇപ്പം നമ്മൾ ട്രേസ്റ്റിലേക്ക് തന്നെ പോകുന്നതെന്ന്. നിങ്ങൾ എന്താ എന്നെ എൻ്റെ എംബസിയിലേക്ക് വിടാത്തെ, എന്താ നിങ്ങൾക്ക് കുഴപ്പം എന്ന് സീന ചോദിക്കുമ്പോൾ എൽബ പറയും, എല്ലാ ഹൈക്കമാൻഡ് പോസ്റ്റുകളും ഇപ്പോൾ കോംപ്രമൈസ്ഡ് ആയെന്നാണ് നമ്മൾ കരുതാൻ. ഇത് കേട്ട് സീന കൊച്ചുകുട്ടികളെ പോലെ, താൻ ഇനി ഇത് എന്നോട് ഒരു വട്ടം കൂടി പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് കാറി കൂകി ബഹളം ഉണ്ടാക്കും. അവിടെ നിന്ന് പോകുന്ന വഴിയിൽ സീന നോയലിനോട്, ഞാനാണ് കമാൻഡർ ഇൻ ചീഫ്. ഇത് കേൾക്കുമ്പോൾ അവള്, എൻ്റെ പൊന്നു സാറെ, ഒരുപാട് ബഹുമാനത്തോടെ പറയാം, ഇപ്പം നിങ്ങളല്ല, കുറച്ചു മുന്നേ വൈസ് പ്രസിഡന്റ് എലിസബത്ത് ആ പദവിയിലെത്തി. സത്യം പറഞ്ഞാൽ ശരിക്കും നിങ്ങളിപ്പോൾ ഭാഗ്യമില്ലാത്ത രണ്ടുപേരാ, അതുകൊണ്ട് മിണ്ടാതെ എൻ്റെ കൂടെ വന്നോന്ന് പറയും. അവിടെ നിന്ന് ആരുടെയും കണ്ണു തട്ടാതെ അവർ ഒളിച്ചും പാത്തും പോകുന്ന വഴിയിൽ അവൾ പറയും, ഇപ്പോൾ എൻ്റെ മിഷൻ നിങ്ങളെ സേഫായിട്ട് കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്, അതിന് ഈ ട്രെയിനിൽ കയറിയേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് പോകും. പക്ഷെ 3 പേരും വിടാതെ പുറകെ ഓടും. അപ്പൊ എൽബ പറയും, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ആ പ്ലെയിൻ ക്രാഷിൽ മരിച്ചിപ്പോൾ നരകത്തിലാണ് എത്തിയത്. എങ്ങനെയൊക്കെയോ 3 പേരും പുറകെ ഓടി ട്രെയിനിൽ കയറും. ഇവര് 3 പേരും ഓടി ട്രെയിനിൽ കയറുന്ന ഫൂട്ടേജ് ഈ ഗുണ്ടപ്പം കാണും. ഇപ്പൊ നേരം വെളുത്തു, സീന നല്ല ഉറക്കത്തിലാണ്. എൽബ അവിടെ നിന്ന് എണീറ്റ് നോയലിനോട്, സ്പെയിനിലെ നിന്റെ ടീമിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കും. അതിന് അവള്, എല്ലാവർക്കും ഓരോ ദുരിതങ്ങൾ ഉണ്ടാവുമല്ലോ. എൽബ അവളോട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, മാപ്പ്. അവൾ പറയും, എന്നോട് മാപ്പൊന്നും പറയണ്ട, ട്രിപ്പോളിക്ക് ശേഷം എന്നെ കാണാതെ കാര്യം പറയാനാന്ന് എൽബ പറയും. അപ്പൊ ഉറങ്ങിക്കിടന്ന സീന, ട്രിപ്പോളിൽ വെച്ച് എന്താ ഉണ്ടായേ? ഇത് കേൾക്കുമ്പോ എൽബ, ഇവ ഉറങ്ങിയില്ലേ? ആ നോക്കുന്ന നോട്ടം, എൻ്റെ പൊന്നെ ചിരിച്ചു പോകും. എന്നിട്ട് താൻ അറിയേണ്ട കാര്യമില്ല എന്ന് എൽബ പറയും. നോയലും എൽബയും വീണ്ടും കാണാതായ കാര്യങ്ങൾ പറയുമ്പോൾ സീന, എന്താ ലവ് ആയിരുന്നോ? അതിനും എൽബ ചൂടായിട്ട്, തനിക്ക് തന്റെ കാര്യം നോക്കിയാൽ പോരാടോ. സംഭവം ഇവർ തമ്മിൽ ശരിക്കും ലവ് തന്നെയായിരുന്നു. പക്ഷേ ട്രിപ്പോളിൽ എന്തോ ഒരു പ്രശ്നം കാരണം
എൽബ അവിടെ നിന്ന് മുങ്ങുമായിരുന്നു. എൽബ ചതിച്ചു എന്നാണ് നോയൽ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇവരിപ്പോൾ സംസാരിക്കുന്നത്. അതിനിടയ്ക്കാണ് സീന കയറി വരുന്നത്. നോയൽ ഇവർക്ക് ഫുഡ് സെറ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ സീന എൽബേനെ ടോർച്ചർ ചെയ്യും. ട്രിപ്പിളിൽ വെച്ച് എന്താ ഉണ്ടായേ, പറടാന്ന്. ആദ്യമൊക്കെ എൽബ പറയാൻ പറ്റില്ല എന്ന് പറയും. വീണ്ടും സീന ഇങ്ങനെ ചോദിക്കുമ്പോൾ എൽബ പറയും, ട്രിപ്പോളിയിൽ വെച്ചാണ് ഞാൻ അവളോട് ഇലക്ഷന് നിൽക്കുന്ന കാര്യം പറഞ്ഞത്. താൻ എന്തിനാ ഇലക്ഷന് നിന്നതെന്ന് സീന ചോദിക്കും. എനിക്കും അവൾക്കും സമാധാനമായി സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ലോകമുണ്ടാക്കാനാ അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയി. പക്ഷെ അവൾക്ക് അങ്ങനെയല്ല തോന്നിയത്. ഇത് കേൾക്കുമ്പോൾ സീന, ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ റൊമാൻറ്റിക് കഥ. ഇത് പറഞ്ഞു തീരുന്നതും ഡോർ തുറന്ന് രണ്ടുപേര് ഗണ്ണുമായിട്ട് വരും. ആ ഗുണ്ടപ്പനും ഒരു മൊട്ടയും. ഇവരകത്ത് കയറുന്ന സമയം ഈ ഗുണ്ടപ്പൻ ആ മൊട്ടയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. മൊട്ട താഴെ വീണ് തിരിച്ച് ഗുണ്ടപ്പന് ഷൂട്ട് ചെയ്യും. ഇതിപ്പോ എന്താ ഇവിടെ സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഗുണ്ടപ്പൻ വീണ്ടും മൊട്ടേനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ആ സമയം നോയൽ അങ്ങോട്ട് വന്ന് ഗുണ്ടപ്പന്റെ തലയ്ക്ക് തോക്ക് ചൂണ്ടും. ഇത് കണ്ട് ഹീറോസ് രണ്ടുപേരും അയാളെ കൊല്ലല്ലേ, അയാൾക്ക് എന്തോ പറയാനുണ്ട്, അത് കേൾക്കാന്ന്. അപ്പൊ അയാൾ പറയും, നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ. നിങ്ങളുടെ ഓരോ നീക്കവും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് നമുക്ക് ചോർത്ത് തരുന്നത്. പക്ഷെ അതാരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഡിസൈൻ ചെയ്ത പ്രകാരമാണ് ഗ്രാഡോ അയാളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഉടനെ തന്നെ ഈ ട്രെയിനിലൊന്ന് ചാടണമെന്ന് പറയും. അതിന് സീന, ചാടാനോ? ഈ ട്രെയിൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കൂലേ, എങ്ങനെ ചാടാനാ? അതെനിക്കറിയില്ല. പക്ഷെ അടുത്ത സ്റ്റോപ്പിൽ നിങ്ങളെ കൊല്ലാൻ ഗ്രാഡോയുടെ ആൾ നിൽപ്പുണ്ട്. നോക്ക്, ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. കൊറോഷ്യയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കെട്ടിടമുണ്ട്. അവിടെ ലവാസ്ക 12ാം ഫ്ലോറിൽ അവിടെ ഒരു സെക്യൂർ ടെർമിനൽ ഉണ്ട്. ഗുണ്ടപ്പൻ സീനയുടെ കൈ പിടിച്ച് ഒരു കോഡ് എഴുതിയിട്ട് ഈ കോഡ് ഉപയോഗിച്ച് ഞാൻ ഡിസൈൻ ചെയ്ത എല്ലാ കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ഇടയിലെ സ്പൈ ആരാന്ന് അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരുപാട് നാൾക്ക് ശേഷം ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ മരിക്കും. ഉടനെ സീന ട്രെയിനിലൊന്ന് ചാടാൻ പറയും. ഇത് കേട്ട് പെണ്ണ്, അത് പറ്റില്ല, നമുക്ക് ഇപ്പൊ തന്നെ ഇതെല്ലാവരെയും അറിയിക്കാമെന്ന് അവള് പറയും. അങ്ങനെ ചെയ്ത ഈ സ്പൈ ആരാ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവരുടനെ തന്നെ ഇതെല്ലാം കവറപ്പ് ചെയ്യും എന്ന് എൽബ പറയുമ്പോൾ, പിന്നെ എന്ത് ചെയ്യാനിപ്പോൾ ഈ 40 മൈൽ സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ നിർത്തി ചാടാനാണോ എന്ന് നോയൽ പറയുമ്പോൾ ഇത് കേട്ട് എൽബ ടെൻഷനായി. കുറെ നാളെ ഇങ്ങനെ ഡിഫൻസ് കളിച്ച് നടന്നിട്ട് എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് ട്രെയിനിന്റെ ഡോർ തുറക്കുന്നതും ട്രെയിനിന്റെ പൊന്നെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. സീന എൽബയോട് 2 കൈ നെഞ്ചോട് പിടിച്ച് ചാടാൻ പറയും. എൽബ അതുപോലെ തന്നെ ചെയ്ത് ചാടും. എൽബ ചാടിക്കഴിഞ്ഞ് സീന നോയലിനോട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ എന്ന്. ഇത് കേട്ട് നോയൽ സീനയോട് ദേഷ്യപ്പെട്ട് സീന പറഞ്ഞതുപോലെ തന്നെ ചാടും. ഇനി ചാടാനുള്ളത് സീനയാണ്. സീന സ്വന്തമായിട്ട്, നിനക്ക് പറ്റും ഡെറിഞ്ചർ, നീ ഒരു US പ്രസിഡന്റ് ആണ് എന്നും പറഞ്ഞ് സീനയും എടുത്തു ചാടും. അടുത്ത സീനിൽ പുതിയ പ്രസിഡന്റ് എലിസബത്ത് 3 രാജ്യത്തിലെയും തലവന്മാരെ വിളിച്ച് ചർച്ചയിലാണ്. നമ്മുടെ തകർച്ച കണ്ട് ആരും സന്തോഷിക്കരുത്, നമ്മൾ തകർന്നു എന്നാരും കരുതരുത്, നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ശക്തിയോടെ നിൽക്കണമെന്ന് എലിസബത്ത് പറയും. ഇതെല്ലാം കേട്ട് ഒരു തലവൻ പറയും, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ എനിക്ക് ഈ മുറിയിൽ നിൽക്കുന്ന ആരെയും വിശ്വാസമില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് പോകും. ബാക്കി 2 പേരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് എലിസബത്തിന്റെ കൂടെ നിൽക്കാതെ അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ട്രെയിനിലൊന്ന് ചാടി രക്ഷപ്പെട്ട നമ്മുടെ ഹീറോസിനെ കാണിക്കും. ട്രെയിനിലൊന്ന് ചാടി ഒന്നും പറ്റാത്തതിന്റെ സന്തോഷത്തിൽ സീന സ്വയം പുകഴ്ത്തുന്നുണ്ട്. ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടതെന്നൊക്കെ. ഒന്ന് ചുമ്മാ ഇരിക്കടോ, താനിനി കൂടുതൽ പൊങ്ങണ്ടെന്ന് എൽബ പറയും. ആ സമയം നോയൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇവരെയും കയറ്റി പോകും. കാർ ഓടിച്ച് അവര് ആ ഗുണ്ടപ്പം പറഞ്ഞ കുറേഷ്യയിലെ പുള്ളി ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് മുകളിലേക്ക് ഇവർ ഓടിക്കതച്ചെത്തി നോക്കുമ്പോൾ അവിടെ എങ്ങും ഒന്നുമില്ല. അവൻ നമ്മളെ കൊല്ലാനെ ഇവിടെ കൊണ്ടെത്തിച്ചെന്ന് എൽബയും സീനയും പരസ്പരം പറയുന്നുണ്ട്. ആ സമയം നോയൽ അവിടെ എന്തോ ഒരു സാധനം കാണും, ഒരു കണ്ടെയ്നർ പോലെ ഒരെണ്ണം. അവൾ അതിനടുത്തേക്ക് പോയി അത് തുറക്കുമ്പോൾ ഒരു ഓഫീസ് പോലെ സെറ്റപ്പാണ്. ആ സമയം താഴെ എന്തോ സൗണ്ട് കേൾക്കും. അങ്ങനെ നോയൽ ഓഫീസിൽ കയറി 2 ഹീറോസും ഇതെന്താന്ന് നോക്കാൻ അങ്ങോട്ടേക്ക് പോകും. അവിടെ പോയി നോക്കുമ്പോൾ വില്ലന്റെ ഒരു പട തന്നെ അങ്ങോട്ടേക്ക് വരും. ഇത് ഇവര് നോയലിനോട് വിളിച്ചു പറയുമ്പോൾ നോയൽ അതിനകത്തുണ്ടായിരുന്ന ഒരു ബാഗ്, അതിനകത്ത് മുഴുവൻ ഗണ്ണും ഗ്രനേഡുമാണ്. അതും എടുത്ത് അവൾ അറ്റാക്കിന് വരും. ഇത് കണ്ട എൽബ, ഇത് നീയല്ല ചെയ്യേണ്ടത്, ഇത് ഞാൻ ചെയ്തോളാം, നീ പോയി ആ സ്പൈ ആരാന്നുള്ളത് കണ്ടെത്താൻ പറയും. നോയൽ ഉടനെ സീനയെ വലിച്ച് സ്പൈ ആരാന്ന് കണ്ടെത്താൻ ഓഫീസിലേക്ക് കയറും. എൽബ ഈ വില്ലന്റെ ആൾക്കാരെ എതിർക്കാൻ അങ്ങോട്ടേക്ക് പോകും. സ്റ്റെയർ വഴി കയറി വരുന്ന എല്ലാ വില്ലന്റെ ആൾക്കാരെയും എൽബ ഷൂട്ട് ചെയ്ത് കൊല്ലും. വില്ലന്റെ ബാക്കി ആൾക്കാരിൽ ഒരുത്തൻ ഒരു റോപ്പ് ഇട്ട് അതിലേക്ക് വലിഞ്ഞു കയറി വരുന്നതും എൽബ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം കത്തിച്ച് അവൻ കയറി എത്തുമ്പോഴേക്കും അവന്റെ തലയിലേറി. അതോടെ അവന്റെ കഥയും കഴിഞ്ഞ് അവൻ താഴേക്ക് പോകും. ഓഫീസിൽ നോയൽ പൈ ആരാന്ന് തെരഞ്ഞ് അവസാനം കണ്ടുപിടിക്കും. അത് മറ്റാരും ആയിരുന്നില്ല, സീനയുടെ സ്റ്റാഫാണ്. ഇത് കണ്ട് സീന ഞെട്ടി, എടീ നീ ആയിരുന്നോ, ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരും. ഹെലികോപ്റ്ററിന്റെ വെളിച്ചം ഇവരിങ്ങനെ നോക്കുമ്പോഴേക്കും ആ ഹെലികോപ്റ്ററിൽ നിന്നൊരു റോപ്പ് ഇവർ നിന്നിരുന്ന കണ്ടെയ്നറിനകത്ത് തറച്ചു കയറി അത് വലിച്ചോണ്ട് പോകും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിലിടിച്ച് നിൽക്കും. ആ സമയം എൽബ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇത് കാണും. എൽബ അവിടെ ഉണ്ടായിരുന്ന ഒരു കോടാലി എടുത്ത് ഈ റോപ്പിൽ വെട്ടും. വില്ലന്റെ ആൾക്കാർ വിടാതെ തന്നെ അത് വലിക്കും. അവസാനം ആ തട്ടി നിന്ന കമ്പിന്ന് അത് ഇളകി ആ ഫ്ലോറിലെ വിൻഡോ പൊട്ടി
നേരെ അതിനെ വലിച്ച് താഴേക്കിടും. നോയലും സീനയും എങ്ങനെയൊക്കെയോ വീഴാതെ അതിന്റെ സൈഡിൽ ചവിട്ടി നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എൽബ അവിടെ നിന്ന് നോക്കും. ആ സമയം ഹെലികോപ്റ്ററിൽ വില്ലൻ എൽബയുടെ നേരേക്ക് ഒരു മിസൈൽ വിടും. അത് കാണുമ്പോൾ നോയൽ തകർന്നു പോകും. അത് കഴിഞ്ഞ് അവിടെ അത്യാവശ്യം പൊക്കമുള്ള ഒരു ബിൽഡിങ്ങിനടുത്ത് ഈ കണ്ടെയ്നർ എത്തുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ടെയ്നറിനകത്ത് നിർത്തി ചാടും. നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു നെറ്റിൽ ഇടിച്ചു ഇവർ വീഴും. എന്നിട്ട് അവൾ ആ ബിൽഡിങ്ങിലേക്ക് നോക്കി കരയും. എൽബ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. സീന നിസ്സഹായനായി അവളെ നോക്കും. അടുത്ത സീനിൽ വില്ലൻ ആരെയെ വിളിച്ച് ഞാനത് തീർത്തു, എല്ലാം കഴിഞ്ഞു എന്ന് പറയും. ആ സമയം കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വരും. അവർ ആ മെസ്സേജ് കണ്ട് വില്ലനെ നോക്കുമ്പോഴേക്കും വില്ലന് കാര്യം മനസ്സിലാവും. വില്ലൻ ഒന്നും നോക്കില്ല, അവരെ നേരെ ചാടി ഗണ്ണെടുത്ത് രണ്ടിനെയും ഷൂട്ട് ചെയ്ത് ഹെലികോപ്റ്ററിൽ നിന്ന് താഴെയിടും. അടുത്ത സീനിൽ നോയലും സീനയും ഒരു ബോട്ടിൽ കയറി അവിടെ നിന്ന് പോകും. അവർ തമ്മിൽ പറയുന്നുണ്ട് താൻ സ്നേഹിച്ച എൽബ പോയതിനെ പറ്റി, സീനയുടെ ബെസ്റ്റ് ഫ്രണ്ട് സീനയെ കൊല്ലാൻ നോക്കിയതിനെ കുറിച്ചും. അടുത്ത സീനിൽ എലിസബത്തിനെ കാണിക്കും. എലിസബത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അവൾ കോൾ എടുക്കുമ്പോൾ അത് മറ്റാരുമല്ല, സീന. സീന പറയും, ഇത് ഞാനാണ്, എന്റെ ജോലികൾ ഏറ്റെടുത്തതിന് ഒരുപാട് നന്ദി. ഞാനിപ്പോൾ പോർട്ട് ഓഫ് ട്രേസ്റ്റിലുണ്ട്. ഇതിന്റെ ഒക്കെയും പിന്നിൽ സീനയുടെ സ്റ്റാഫാണ്. അവളെ ഇപ്പൊ തന്നെ പുറത്താക്കാൻ പറയും. അതിന് എലിസബത്ത്, എന്നെ കൊണ്ട് പറ്റുന്നത്ര നേരം ഞാനിവിടെ ലേറ്റ് ആക്കാൻ നോക്കാം, താൻ വേഗം വാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് സീനയെ കൊണ്ടുപോവാൻ ഒരു കാർ വരും. രണ്ടുപേരും സന്തോഷിച്ച് അതിനകത്തേക്ക് കയറുമ്പോണ്ട് തോക്കും ചൂണ്ടി ഇവരുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന വില്ലന്റെ ആള് ഇവരെ കിട്ടിയ കാര്യം ഇവൻ ആരെ വിളിച്ച് പറയാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ട്വിസ്റ്റ്. ഇവൻ വിളിക്കുന്നത് വേറെ ആരുമല്ല, ഈ എലിസബത്തിനെയാണ്. എലിസബത്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ. അവരെ ഇപ്പൊ തന്നെ അവിടെ നിന്ന് കൊല്ലാൻ പറയും. ആ ഫോണിലെ ശബ്ദം കേൾക്കുമ്പോൾ സീനയ്ക്ക് മനസ്സിലാവും അതെന്റെ സ്റ്റാഫ് ആയിരുന്നില്ല, അത് എലിസബത്ത് ആയിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും കിളിപോയ അവസ്ഥയാണ്. ഈ കാറിനകത്തിരിക്കുന്ന വില്ലനോട് നോയൽ ചോദിക്കും, ഈ സ്റ്റാഫ് അവളും നിങ്ങളെ കൂടെ ഉള്ളതല്ലേ? അതിനിവൻ പറയും, അവളെ എലിസബത്ത് ഗ്രാഡോയ്ക്ക് മുന്നിൽ നിർത്തി കളിച്ചതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് എലിസബത്ത് പുറകിൽ നിന്ന് ഇതെല്ലാം ചെയ്തു, ഒരു ജസ്റ്റ് ബാക്കപ്പ്. അപ്പൊ സീന, ഓ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബാക്കപ്പ് ഉണ്ട്, അപ്പൊ എനിക്ക് എന്റേതായ ബാക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ സീറ്റിനടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാറിന്റെ റൂഫിൽ നിന്ന് സ്ക്രീൻ താഴേക്ക് വരും. വില്ലൻ അത് തന്നെ എന്താന്നിങ്ങനെ നോക്കി നിൽക്കും. സംഭവം വേറൊന്നുമില്ല, ആ സ്ക്രീനിലൊന്നും വരാനില്ല. ഈ വില്ലൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നോയലിനോട് അവനെ അടിക്കാൻ കണ്ണ് കാണിക്കും. നോയൽ ഉടനെ തന്നെ അവനെ ചവിട്ടി സീന കയറി അവന്റെ ഗണ്ണിലേക്ക് പിടിക്കും. പിന്നെ കാറിനകത്ത് കിടന്ന് പൊരിഞ്ഞാടി. ഇവരുടെ കാറിന്റെ പുറകെ വില്ലന്റെ ഒരു പട തന്നെ ഇവരെ ഫോളോ ചെയ്യും. ആ സമയം കാറിനകത്തുണ്ടായിരുന്ന വില്ലൻ നോയലിനെ കഴുത്തിന് കയറി പിടിച്ച് ലോക്കി. എന്നാൽ സീനയുടെ കയ്യിൽ ഗണ്ണ് കിട്ടും. അവൾ അവനെ ഷൂട്ട് ചെയ്യാൻ സീനയോട് പറയും. സീന ഉന്നം പിടിച്ച് ഷൂട്ട് ചെയ്യുന്നത് ആ കാർ ഓടിച്ചിരുന്നവന്റെ തലയില. എന്നാൽ അവൾ അങ്ങനെയൊക്കെയോ അവനെ തട്ടിമാറ്റി അവനെ ഇടിച്ച് താഴെയിട്ട് സീനയോട് ചേർന്ന് സ്റ്റിയറിംഗ് പിടിക്കാൻ പറയും. ഇന്ന് വന്ന കാറിൽ ഒരുത്തൻ ഇവരെ കാറിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഷോട്ട് ഗൺ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയം ഒരു ഫയർഫോഴ്സ് വണ്ടി വന്ന് ആ കാറിനെ ഇടിച്ചു പൊട്ടിക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ എൽബയാണ്. യെസ്, എൽബ മരിച്ചിട്ടില്ല. സീനയും നോയലും എൽബയെ കണ്ട് ഞെട്ടി. ഈ സീനൊക്കെ ലൈവ് കാണണം എന്റെ പൊന്നെ. ആ സമയം വില്ലന്റെ മെയിൻ ആള് സാഷ എൽബയുടെ വണ്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യും. വണ്ടി മൊത്തത്തിൽ കത്തും. അപ്പൊ എൽബ നേരെ സീനയുടെ നോയലിന്റെ കാറിലേക്ക് ചാടും. എൽബ കാറിനകത്ത് കയറുമ്പോ സീന ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെ? അപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഈ മിസൈൽ വിടുന്ന സമയം എൽബ പുറകിലേക്ക് ഓടി വില്ലന്റെ ആൾക്കാര് അവിടെ ഫൈറ്റിന് വന്നപ്പോൾ ഒരു റോപ്പ് ഇട്ടിരുന്നു, അതിൽ തൂങ്ങി താഴേക്ക് ഇറങ്ങും. എന്നിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടി എടുത്ത് ഇവരെ രക്ഷിക്കാനായിട്ട് വന്നേ. പക്ഷേ ഇത് എൽബ അവരോട് പറയില്ല. എന്നിട്ട് എൽബ ഉടനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി സ്റ്റിയറിംഗ് പിടിക്കും. പുറകിൽ നോയലും വില്ലന്റെ ആളും തമ്മിൽ ഭയങ്കര അടിയാ. അവ ഒരു കത്തി എടുത്ത് സീനയുടെ കാലിൽ കുത്തും. ആ സമയം സീന നിലവിളിച്ച് എൽബയോട് ഡോർ തുറക്കടാന്ന് പറയും. എൽബ കാറിന്റെ ഡോർ തുറക്കുന്നതും നോയൽ അവനെ ചവിട്ടി വെളിയിലിടും. നേരെ അവനെ ഒരു വണ്ടി ഇടിച്ച് കൊല്ലും. നോയൽ എന്നിട്ട് സീനയുടെ കാലിലെ കത്തി ഊരാനായിട്ട് വരുമ്പോൾ വേണ്ട അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, വേദനിക്കും. എന്നാൽ അവൾ അത് കേൾക്കാതെ അത് വലിച്ചു ഊരും. അപ്പൊ സീന, അയ്യേ ഇത്രേ ഉണ്ടായിരുന്നുള്ളോ? അത് കഴിഞ്ഞ് കുറച്ച് കാറ്റ് കൊള്ളാനാണോന്ന് അറിയില്ല, ഈ അടിയുടെ ഇടയ്ക്ക് സീന കാറിന്റെ ഗ്ലാസ് താക്കും. അപ്പോൾ ഉണ്ട് ഓപ്പോസിറ്റ് കാറിൽ ഒരുത്ത മിസൈലും പിടിച്ചിങ്ങനെ നിൽക്കും. സീന ഉടനെ സ്വിച്ചിൽ അമർത്തും, ഗ്ലാസ് പൊക്കടാന്ന്. ഇത് കണ്ട് നോയൽ എൽബയോട് ഇൻഫോം ചെയ്യും. എൽബ ഉടനെ കാറ് വെട്ടിക്കുന്നതും എൽബ കുറച്ചുകൂടി സ്പീഡ് കൊടുക്കും കാറിന്. നമ്മുടെ കാർ സ്പീഡിന് പോകുമ്പോൾ ഈ മിസൈൽ വന്ന് കൊള്ളുന്നത് പുറകിലുള്ള വേറൊരു കാറില്ല. ചേസിങ്ങും ഷൂട്ടിങ്ങും നിർത്താതെ നടത്തുന്നുണ്ട്. എൽബ അവിടെ നിന്ന് കാർ ഡ്രിഫ്റ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് റിവേഴ്സിൽ പോകും. ഈ റിവേഴ്സിൽ പോകുമ്പോൾ എൽബയ്ക്ക് പുറകിലുള്ളതൊന്നും കാണില്ല. എനിക്കൊന്നും കാണില്ല എന്ന് പറയുമ്പോൾ സീന ഉടനെ വണ്ടിക്കകത്ത് സാറ്റലൈറ്റ് ഓൺ ആക്കും. പിന്നെ HD ദൃശ്യമുഖവോടെ എല്ലാം കാണാൻ പറ്റും. അങ്ങനെ പോകുമ്പോൾ നോയൽ ചോദിക്കും, ഈ കാറിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പൊ സീന ആ വണ്ടീനെ നമ്മുടെ CID മൂസിലെ കാറാക്കും. പിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സീന നേരെ പോയി ഒരു സ്വിച്ച് ഓൺ ആക്കും. ആ സമയം വണ്ടിയുടെ അടിയിൽ നിന്ന് സ്മോക്ക് പുറത്തേക്ക് പോകും. ഈ സ്മോക്ക് കാരണം വില്ലന്റെ ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല. എത്തുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. വില്ലന്റെ ആൾക്കാരുടെ വണ്ടി നേരെ ആ തിടിച്ച് താഴേക്ക് പോകും. അടുത്ത സീന ചെയ്യാൻ പോണത് ദി ഫ്രിഡ്ജ്. അപ്പൊ നോയൽ ചോദിക്കും, താനെന്താ അവരെ സ്നാക്സ് എറിഞ്ഞ് കൊല്ലാൻ പോവാണോ? എന്നാ പിടിച്ചോടാ തെണ്ടുകളെന്നും പറഞ്ഞ് ഡോർ തുറന്ന് അവരുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ കെച്ചപ്പ് എടുത്തെറി. ഈ കെച്ചപ്പ് വീഴുന്ന കാറ് വെള്ളമുടിക്കാരുടെ കാറാണ്. അവളുടെ ദിശ തെറ്റി
തെറ്റി അവൾ ഒരിടത്ത് നിന്ന് ഇടിക്കും. കാറ് പൊട്ടിത്തെറിച്ച് അവളുടെ കഥ കഴിയും. ഇത് കണ്ട് സാഷ ടെൻഷനായി അവൻ അവരുടെ നേർക്ക് ഒരു മിസൈൽ വിടാൻ നോക്കും. എൽബ കാറ് വെട്ടിച്ചു മാറ്റുന്നതും മിസൈൽ മാറി വേറെ അടുത്ത് ചെന്ന് വീഴും. ഇവരങ്ങനെ കാർ ഓടിച്ച് നേരെ എത്തുന്നത് ഇവരുടെ പാർലമെന്റിലേക്കാണ്. അവിടേക്ക് എത്തുമ്പോൾ ഈ സാഷയും ബാക്കി വില്ലന്മാരും അങ്ങോട്ടേക്ക് വരില്ല. അവരവിടെ നിന്ന് തിരിഞ്ഞു പോകും. ഇവിടെ പാർലമെന്റിൽ മറ്റു രാജ്യക്കാരൊക്കെ ഇനി നമുക്ക് നാറ്റോയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ പിന്മാറുവാന്ന് പറയും. അപ്പോൾ എലിസബത്തും നമുക്കും ഇനി നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്ന സമയം നമ്മുടെ പ്രസിഡന്റും മന്ത്രിയും അവിടേക്ക് കയറി വരും. ആ വരവ് ഒരു 1.5 വരവാണ്. എല്ലാവരും കണ്ട് ഞെട്ടി അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പത്രക്കാർ. ഇവർ കയറി വന്ന് എല്ലാവരും ഒന്ന് ശാന്തമായിരിക്കണം, നമ്മളെ ആർക്കും അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല, നമ്മൾ ആരും തന്നെ ഇതിൽ നിന്ന് പിന്മാറില്ല, നമുക്കെല്ലാവർക്കും ഓരോ കടമകളുണ്ട്. പിന്നെ നമ്മുടെ സീനയും എൽബയും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യങ്ങൾ പറയും. അപ്പോൾ സീന എലിസബത്തിന്റെ മുഖത്ത് നോക്കി, നമ്മുടെ ശത്രുക്കളൊക്കെ നമുക്ക് ഇല്ലാതാക്കുക തന്നെ വേണം. ഇത് കേട്ട് ടെൻഷനായി എലിസബത്ത്, ശരിയാണ്, ഒരു രാജ്യത്തെ തലവനായി ഒരു മണ്ടൻ ആക്ടറിനെ ജനങ്ങൾ തെരഞ്ഞെടുത്താൽ പിന്നെ അത് ഇതേപോലെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ താൻ അത് തെളിയിക്കുകയും ചെയ്തു. ഇത് കേട്ട് സീന, നമുക്കവരെ ഒഴിവാക്കാൻ പറ്റില്ല, നമ്മുടെ പാർട്ണറായി അവരെന്നും കൂടെ തന്നെ വേണം. അതിന് എലിസബത്ത്, എന്തിനെ, നമുക്ക് ഭക്ഷണമുണ്ട്, ഓയിലുണ്ട്, എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നുമുണ്ട്, പിന്നെ എന്തിനാണ് അവരുടെ യുദ്ധത്തിന് നമ്മുടെ ആൾക്കാരെ വിട്ട് കൊല്ലിക്കാനോ? ഇതൊരിക്കലും ഒരു പാർട്ണർഷിപ്പ് അല്ല. നമ്മൾ കൊടുക്കുന്നു, അവരെടുക്കുന്നു, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. അവസാനമായി എലിസബത്ത് സീനയോട്, തന്നെക്കാൾ നല്ലൊരു പൊളിറ്റീഷ്യൻ ഞാനാണ് എന്നതല്ല, എന്നാൽ തന്നെക്കാൾ നല്ലൊരു ആക്ടർ ഞാനാണ് എന്ന് പറഞ്ഞു തീഴുമ്പോഴേക്കും എലിസബത്തിന്റെ തലയിൽ ഒരു വെടിപൊട്ടും. ഇതാരാന്നിങ്ങനെ ഇവർ നോക്കുന്ന സമയം മറ്റാരുമല്ല, മെയിൻ വില്ലൻ ഗ്രാഡോ. ഒരു ഗ്രനേഡ് എടുത്തവരുടെ നേരെ വലിച്ചെറിഞ്ഞ് ഇവരെല്ലാം തീർത്തേക്കാൻ അവന്റെ ആളുകളോട് പറയും. പിന്നെ നമ്മുടെ ആളുകളും വില്ലന്റെ ആളുകളും പൊരിഞ്ഞ വെടിവെപ്പാണ്. ആ സമയം അങ്ങോട്ടേക്ക് നോയിലെത്തും. നോയിൽ വന്ന് വില്ലന്റെ ആൾക്കാരെല്ലാം വെടിവെച്ച് കൊല്ലും. ഇത് കാണുമ്പോൾ ഹീറോസും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ രക്ഷിച്ച് അവിടെ നിന്ന് മാറ്റും. ഗ്രാഡോ അവിടെ നിന്ന് ഹെലികോപ്റ്റർ എടുത്ത് രക്ഷപ്പെടാൻ നോക്കും. ഇത് നമ്മുടെ ഹീറോസും നോയിലും കാണും. നോയിൽ ഉടനെ ഗ്രാഡോ എന്ന് വിളിച്ച് അവനെയും തൂക്കി സ്റ്റെപ്പിൽ നിന്ന് താഴെ വീഴും. അവിടെ നിന്ന് അവളെണീറ്റ് ഗ്രാഡോയ്ക്ക് ഒരു പഞ്ച് കൊടുത്തിരിക്കുന്ന സമയം അതാ വരുന്ന വില്ലന്റെ മെയിൻ ആള് സാഷ. അവനൊരു റോപ്പിൽ തൂങ്ങി വന്ന് നോയലിനെ ചവിട്ടി തള്ളിയിടും. അവൻ വന്ന് നമ്മുടെ പെണ്ണിന്റെ മുഖത്തൊരു ഇടി കൊടുക്കും. അവൾ തിരിച്ച് അവനെ ഇടിക്കും. പിന്നെ ഒരു അടാറ് ഫൈറ്റാണ്. ഹീറോസ് രണ്ടുപേരും മുകളിലേക്ക് കയറി ഗ്രാഡോനെ പിടിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു മൊട്ട ഗുണ്ടപ്പൻ ഇവരെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കും. രണ്ടുപേരും കൂടി അവനെ അടിച്ച് തള്ളിയാൻ നോക്കി അവന്റെ കയ്യിലെ ഗണ്ണ് വെച്ച് ബാക്കി ഉണ്ടായിരുന്നവരെയൊക്കെ വെടിവെച്ചിടും. എന്നിട്ട് ആ ഗണ്ണ് സീനെ തട്ടിപ്പറിക്കും. ഈ മൊട്ട ഗുണ്ടപ്പൻ ഗണ്ണ് പോയ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് പിഴുതെടുക്കും. അപ്പൊ എൽബ സീനയോട് വെടിവെക്കടാന്ന് പറയും. വെടിവെക്കായി എടുത്ത് തോക്ക് ചൂണ്ടുമ്പോൾ അതിലുണ്ടയില്ല. പിന്നെ ഒന്നും നോക്കില്ല, രണ്ടുപേരും കൂടി പൊരിഞ്ഞാടിയാണ്. അങ്ങനെ മൊട്ട ഗുണ്ടേനെ സൈഡാക്കി അവിടെ നിന്ന് ഗണ്ണ് എടുത്ത് മുകളിലേക്ക് പോകുന്ന വഴിയിൽ എൽബയുടെ നേരെ ഒരുത്തം വരും. അവനെ അവന്റെ ഗണ്ണ് കൊണ്ട് തന്നെ വെട്ടിവെച്ച് താഴെയിടും. എന്നിട്ട് ആ ഗണ്ണ് എടുത്ത് രണ്ടുപേരും കൂടി മുകളിലേക്ക് ഓടും. ഇവര് മുകളിലേക്ക് കയറി വരുന്ന കണ്ട് ഗ്രാഡോ നിർത്താതെ വെടിവെച്ചുകൊണ്ടിരിക്കുക. ഇവരങ്ങനെ 3 പറഞ്ഞ് ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യും. ഗ്രാഡോക്ക് ഒരു വെടി കൊള്ളും. ഇവിടെ താഴെ നമ്മുടെ പെണ്ണും അവനും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റാ. അവൾ അവസാനം അവനെയും തൂക്കി നേരെ സ്റ്റെപ്പിന്റെ മണ്ട നിർത്തി ചാടും. ആ സാഷയുടെ തല ചെന്ന് തറയിലിടിച്ച് അവന്റെ കഥ അവിടെ കഴിയും. ഹീറോസ് രണ്ടുപേരും മുകളിലേക്ക് ഗ്രാഡോനെ വെടിവെച്ച് രണ്ടുപേരും പരസ്പരം ഭയങ്കര വെടിവെപ്പ്. വില്ലന്റെയും ഹീറോസിന്റെയും കയ്യിലെ ഗണ്ണിലെ ബുള്ളറ്റ് തീരും. എന്നാൽ വില്ലന് ഒരു അമ്പ് ചെയ്യുന്ന ഗണ്ണ് കിട്ടും. വില്ലൻ അതുകൊണ്ട് നേരെ ഇവരുടെ നേർക്ക് ചൂണ്ടി പുറകിലേക്ക് നീങ്ങാൻ പറയും. വില്ലൻ അവിടെ നിന്ന് പുറകിലോട്ട് പോയി ആ ബിൽഡിങ്ങിന്റെ അറ്റത്തെത്തുമ്പോൾ വില്ലന്റെ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരും. അവൻ അതിൽ കയറി രക്ഷപ്പെടുന്ന സമയം എൽബ സീനോട് ചോദിക്കും, വാട്ടർ കോബ്ര 2 ക്ലൈമാക്സ് തനിക്ക് ഓർമ്മയില്ലേ? അപ്പൊ സീന, താൻ എന്റെ സിനിമയൊന്നും കാണാറില്ലെന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞതാ, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, ക്ലാസിക്സ് അല്ലേ, അടിപൊളിയാ എന്ന് എൽബ പറയും. എന്നാൽ അതിനെയൊക്കെ കടത്തി വെട്ടാൻ വേണ്ടി വാട്ടർ കോബ്ര തന്റെ സ്വന്തം ജീവൻ അവന്റെ ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാ. തനിക്ക് കാര്യം മനസ്സിലായോ എന്ന് ചോദിച്ച് എൽബ അവിടെയുള്ള ഒരു സ്റ്റാച്ചു സീനയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എൽബ 3 പറഞ്ഞ ഉടനെ എൽബ വില്ലന്റെ മുന്നിലേക്ക് ഓടും. വില്ലൻ എൽബേനെ അമ്പ് ചെയ്ത് വീഴ്ത്തും. സീന ആ സ്റ്റാച്ചു പൊളിച്ചെടുത്ത് വില്ലന്റെ ഹെലികോപ്റ്ററിന്റെ ഫാനിനുള്ളിലേക്ക് എറിയും. ഈ സ്റ്റാച്ചു വന്ന് വീണ് ഫാൻ ഉടനെ നിൽക്കും. ഫാനിൽ നിന്ന് ഹെലികോപ്റ്ററിനകമെല്ലാം തകർന്ന് ഹെലികോപ്റ്റർ നേരെ താഴേക്ക് വീണ് പൊട്ടിത്തെറിക്കും. അതോടെ വില്ലന്റെ കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നോയൽ താഴെ നിന്ന് ഹീറോസിനെ മുകളിലേക്ക് നോക്കും. എൽബയോട് ഷോൾഡറിൽ അമ്പ് തറച്ചേക്കുന്ന കാര്യം ചോദിക്കും. അതിന് എൽബ വരാനുള്ളത് ഹെലികോപ്റ്റർ പിടിച്ചിങ്ങ് വന്നാന്ന് പറയും. ആ തമാശ കേട്ട് അവരെല്ലാവരും അവിടെ നിന്ന് ചിരിക്കുന്ന സമയം സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ലണ്ടൻ കാണിക്കുന്നു. അവിടെ ഒരു മോർഗൻ ആംസിലിടുന്നു. എൽബ ബീർ കുടിക്കുന്ന സമയം സീന അങ്ങോട്ടേക്ക് വരും. സീന വന്ന് നോയലിന്റെ കാര്യം ചോദിക്കും. അതിന് എൽബ, എങ്ങനെ കാണാനാ, അവളൊരു മിഷനുമായിട്ട് ഇതിന്റെ അങ്ങേയറ്റം, ഞാൻ ദേ ഇങ്ങേയറ്റം, എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാവും. അത് കഴിഞ്ഞ് അവിടുത്തെ സെർവന്റ് അവർ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവരും. അത് വേറൊന്നുമല്ല, സീന എപ്പോഴും വഴക്കിടുന്ന മീനും ചമ്മന്തിയും കൂട്ടിയുള്ള ചോർ. ഞാൻ വെറുതെ പറഞ്ഞതാ, അതിന്റെ പേര് ഫിഷ് ആൻഡ് ചിപ്സ്. അത് കഴിച്ചുകൊണ്ട് രണ്ടുപേരും പിന്നെയും വഴക്ക് തുടങ്ങുന്നു. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അവിടുത്തെ പത്രക്കാരെയും മറ്റാൾക്കാരെയും കാണിക്കുന്നു. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഏജന്റ് മാർട്ടിയെ കാണിക്കുന്നു. അവനും മരിച്ചിട്ടില്ല. അവൻ മരിക്കാത്തതിന്റെ കാരണം അവന്റെ തലയിൽ എപ്പോഴോ ഏതോ ഒരു ആക്രമണത്തിൽ പറ്റി സ്റ്റീൽ പ്ലേറ്റ് സർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വില്ലന്റെ ആള് വെടിവെച്ചത് അതിലാണ് തട്ടി വീണത്. സോ അതുകൊണ്ട് നമ്മുടെ ചെക്കനും ഒന്നും പറ്റിയില്ല. അങ്ങനെ അവനും പെണ്ണുങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുന്നു.
പിന്നെ കുറേ കാര്യങ്ങൾ അവൻ ഈ പെണ്ണുങ്ങളോട് തള്ളി മറിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ വിശ്വസിച്ച് എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് പോകും. ആ സമയം അവിടേക്ക് നമ്മുടെ നോയൽ വന്ന് ഇപ്പം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. അവൾ വന്ന് നമ്മുടെ ചെക്കനോട് നൈസ് ടു മീറ്റ് യു ഏജന്റ് കോമർ എന്ന് പറയുന്നു. അവിടെ വെച്ച് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന അമേരിക്കൻ മൂവി അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സിനിമ നിങ്ങൾ ഒരു തവണയെങ്കിലും ഫുള്ള് കാണാൻ ശ്രമിക്കണം. ഇതിൽ അവരുടെ ആക്ഷൻ ഇടയിലുള്ള ഓരോ കോമഡി, അവർ തമ്മിൽ പരസ്പരം കളിയാക്കുന്നത്, അവരുടെ ഓരോ നോട്ടം, എക്സ്പ്രഷൻ, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എത്രമാത്രം കോമഡി ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാം തന്നെ നമ്മുടെ കൂട്ടുകാർ കമൻറ്റിൽ എഴുതി അറിയിക്കൂ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്, പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നല്ലോ, ഹൈപ്പ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.